Welcome my dear students to our next class of Management Theory and Practices. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ അപ്പോൾ എല്ലാവരും മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ ശരിക്കും കേട്ട് കാണുന്നതായിരിക്കുന്നു. ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് പ്രത്യേകതയുണ്ട്. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ സബ്ജക്റ്റ് ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും തീർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഞാൻ എക്സ്ക്യൂസ് പറയുകയാണ്. ക്ലാസ് കുറച്ച് ഒരു ലെങ്തി ആയി പോയിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ പിന്നീട് അതൊരു ക്ലാസ്സിലേക്ക് എടുക്കാനുള്ളത് ഇല്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതോടുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കഴിഞ്ഞു, പിന്നെ നമുക്ക് റിവിഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ദാറ്റ് ഈസ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഈസ് അബൌട്ട് ദി ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെൻറ്റ്. ഒപ്പം തന്നെ നമ്മളതിൽ ചില സേജസ് ദാറ്റ് ഈസ് ഗുഡ് നോളേജ് ഉള്ള ചില ആളുകൾ ദാറ്റ് ഈസ് കോഡിഫൈ ചെയ്തിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പറഞ്ഞു. ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സ് ഓഫ് നമ്മുടെ ഇന്ത്യൻ എത്തോസിൻ്റെ ചില ഫീച്ചേഴ്സുകൾ പറഞ്ഞു. ആൻഡ് വാട്ട് ആർ സം ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് അവർ ഇന്ത്യൻ എത്തോസ് എന്നുള്ളതും നമ്മൾ പഠിച്ചു വെച്ചു. ഓക്കെ, ദെൻ വി ആർ എൻറ്ററിങ് ഇൻ ടു എ ന്യൂ ടോപ്പിക്. ദാറ്റ് ഈസ് ന്യൂ ടോപ്പിക് എന്നുള്ളതല്ല, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞില്ലേ, ഞാനിതൊക്കെ കൃത്യമായിട്ട് സ്ലൈഡ് കാണിക്കാം. ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ടെക്സ്റ്റിൽ നിന്ന് എല്ലാ ലൈൻസുകളൊന്നും അല്ല ഞാൻ എന്താ വെച്ചാൽ അതിങ്ങനെ ഒരു ഭയങ്കര ലോങ് ആയിട്ട് പാരഗ്രാഫായിട്ടുള്ളതായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ നിങ്ങൾക്ക് വായിക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യം വേണ്ടിയിട്ടുള്ള ചില പോയിൻറ്റ്സുകളാണ് ഞാൻ എന്ത് ചെയ്ത് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ദാറ്റ് ഈസ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി വാല്യൂ ബേസ്ഡ് ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെൻറ്റ്. അപ്പം സംവാട്ട് സിമിലർ തന്നെ. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെൻറ്റ് തന്നെയല്ലേ നമ്മൾ പഠിച്ചു. നമ്മൾ ആലോചിക്കാം, നമ്മൾ ആദ്യം വാല്യൂ ബേസ്ഡ് പഠിച്ചു, പിന്നെയാണ് നമ്മൾ ഇന്ത്യൻ എത്തോസിലേക്ക് വന്നത്. ഇനി രണ്ടും കൂടിയിട്ട് മാനേജ്മെൻറ്റിലെ വാല്യൂ ബേസ്ഡ് ഇന്ത്യൻ എത്തോസ്, അതാണ് നമ്മൾ രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ മാനേജ്മെൻറ്റിൽ നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ടുഡേ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ദാറ്റ് ഈസ് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ചോദിക്കില്ല എന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. വാല്യൂ ബേസ്ഡ് ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ പറഞ്ഞിരുന്നത് എന്താണ് വാല്യൂസ്, അതറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ഓർഡറിലല്ല ഞാനത് പറഞ്ഞു പോയിട്ടുള്ളത്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വാല്യൂസ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് സ്ലൈഡ് കാണിക്കുന്നുണ്ട്. വാല്യൂസ് ആർ കോൾഡ് ഗുണാസ്. നമ്മുടെ മലയാളത്തിലുള്ള ഗുണങ്ങൾ എന്നുള്ളത് തന്നെ എടുക്കുക കേട്ടോ. എന്തൊക്കെയാണ് ആ ഗുണാസ് എന്ന് പറഞ്ഞെങ്കിൽ ട്രൂത്ത്ഫുൾനെസ്, സിംപ്ലിസിറ്റി, ഹ്യൂമിലിറ്റി, patience and integrity are the gunas which render a person antarmukhi, while skills, expertise and dexterity render a person an extrovert എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്, ഒരു ഗുണാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. അതായത് സത്യസന്ധത, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പിന്നെന്താണ് സിംപ്ലിസിറ്റി, വളരെ സിമ്പിളായിട്ട്. ഹ്യൂമിലിറ്റി, അതായത് നമുക്ക് മാൻ കൈൻഡ് എന്നുള്ള രീതിയിലേക്ക്. പേഷ്യൻസ്, ക്ഷമ വേണം. ഇൻറ്റഗ്രിറ്റി, എല്ലാവരെയും ഒന്നിച്ച് നമുക്കൊരു നല്ല ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കണം. ഇതൊക്കെയാണ് ഒരു മനുഷ്യനിലുള്ള ഗുണം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഗുണമാണ് ഒരു പേഴ്സണെ നമ്മൾ എന്ത് ചെയ്ത് സംസ്കൃതമായിട്ട് നമുക്ക് പറഞ്ഞിരുന്നത് അന്തർമുഖിയാക്കുന്നത്. അതേപോലെ അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് വയൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു അന്തർമുഖിയാക്കുമ്പോൾ നമ്മുടെ ചില സ്കിൽസ്, കഴിവുകൾ, നമുക്കുള്ള എക്സ്പെർട്ടൈസുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഡെക്സ്ട്രിറ്റി എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്താക്കി നമ്മളെ മാറ്റുന്നു, റെൻഡർ എ പേഴ്സൺ എക്സ്ട്രോവേർട്ട് എന്നാണ് പറയുന്നത്. നമ്മൾ എന്താക്കി മാറ്റുന്നു, നമ്മളൊരു എക്സ്ട്രോവേർട്ട് ആക്കി മാറ്റുന്നു. ഡെക്സ്ട്രിറ്റി മീനിങ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ടാലൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഡെക്സ്ട്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടാലൻറ്റ്, അത്രമാത്രം ടാലൻറ്റുള്ള ഒരു വ്യക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതൊക്കെയാവുന്നത് ഒരു പേഴ്സണെ എന്താക്കി മാറ്റുന്നു, എക്സ്ട്രോവേർട്ട് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് അപ്പോൾ ട്രൂത്ത്ഫുൾനെസ്, സിംപ്ലിസിറ്റി, ഹ്യൂമിലിറ്റി ആൻഡ് പേഷ്യൻസ് എന്താക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് ഒരു വ്യക്തിനെ, അതൊക്കെയാണ് നമ്മുടെ ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത്. അതൊരു പേഴ്സണെ എന്താക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്, അന്തർമുഖി ആക്കി മാറ്റുന്നു. അപ്പോൾ നമുക്കവിടെ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അന്തർമുഖി എന്നുള്ളതാണ്. അന്തർമുഖി എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് ഇൻട്രോവേർട്ട്. നമ്മൾ ഇൻട്രോവേർട്ട് നമ്മൾ പറയില്ലേ, രണ്ട് ക്യാരക്ടേഴ്സാണ് ഒരാൾക്ക് ഉണ്ടാവുക. ഇൻട്രോവേർട്ട് ആയിരിക്കും, എക്സ്ട്രോവേർട്ട് ആയിരിക്കും. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അധികം ആരുമായിട്ട് മിങ്കിൾ ചെയ്യാതെ അവനവൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങുന്ന, അതാണ് നമ്മൾ ഇൻട്രോവേർട്ടിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആക്കുന്നത് ഈ ഗുണങ്ങളാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കുള്ള ചില കഴിവുകൾ, ചില ടാലൻസുകൾ, അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ഒരു പേഴ്സണെ എക്സ്ട്രോവേർട്ട് ആക്കി മാറ്റുന്നു. രണ്ട് മീനിങ് അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. വാല്യൂസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുന്നു. ഈ ഗുണങ്ങൾ, ഈ ഗുണാസ് എന്ന് പറയുന്നതാണ് നമ്മളൊരു എന്താക്കി ഇൻട്രോവേർട്ട് ആക്കി മാറ്റുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന സ്കിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ഒരു എക്സ്ട്രോവേർട്ട്
എക്സ്ട്രോവേർട്ടാക്കി മാറ്റുന്നു. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പഠിക്കുന്നു. മറ്റേ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചില കഴിവുകൾ വളർത്തിയെടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് വി ആർ മിംഗ്ലിങ് വിത്ത് എവ്രി വൺ ആയിട്ട് മിങ്കിൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി എന്താണ് പറയണത്, ഇനി അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇൻട്രോവേർട്ടും ആവണം ഒരു മനുഷ്യൻ, എക്സ്ട്രോവേർട്ടും രണ്ടും വേണമെന്നാണ് പറയുന്നത്. ആൻഡ് ദ ബെസ്റ്റ് സിസ്റ്റം ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ഹോളിസ്റ്റിക് ആൻഡ് വാല്യൂ ബേസ്ഡ്. നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു ഈ അന്തർമുഖി അല്ലെങ്കിൽ ഗുണങ്ങൾ എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരു കൾച്ചറാണ് ഇന്ത്യക്കുള്ളത്. ആൻഡ് നമ്മുടെ ഒരു ഏറ്റവും നല്ലത്, ദാറ്റ് ഈസ് ഇന്ത്യൻ വ്യൂ പോയിന്റിൽ പറയുകയാണ്, ഏറ്റവും നല്ല സിസ്റ്റം ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോളിസ്റ്റിക് ആൻഡ് വാല്യൂ ബേസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആസ് എ ഹോൾ എല്ലാം അത് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് എന്നുള്ള എല്ലാം എടുക്കണം. അതുമാത്രമല്ല കുറച്ച് മൂല്യങ്ങൾ നിറഞ്ഞതായിരിക്കണം ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ പറയുന്നത്. ആൻഡ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെൻറ്റ് ഈസ് സിങ്ക്രണൈസേഷൻ ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബെനിഫിറ്റ്സ്. സിങ്ക്രണൈസേഷൻ മീൻസ് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യുക, ഒത്തുചേർത്ത് കൊണ്ടുപോകുക. സിങ്ക്രണൈസേഷൻ രണ്ടും കൂടി ലയിപ്പിക്കുക എന്ന് പറയില്ലേ, അതാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യൻ എത്തോസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയണമെങ്കിൽ നമുക്ക് ചില പബ്ലിക്കായിട്ടുണ്ടാകുന്ന ചില പൊതുവായിട്ടുള്ള ചില ബെനിഫിറ്റ്സുകൾ ഉണ്ടായിരിക്കും, അവനവനെ പ്രൈവറ്റായിട്ടുണ്ടാകുന്ന ചില ബെനിഫിറ്റ്സുകൾ ഉണ്ടായിരിക്കും. അത് രണ്ടും കൂടി എന്ത് ചെയ്യുക, ചേർത്ത് കൊണ്ടുപോകുക, സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോകുക എന്നാണ് പറയുന്നത്. ബൈ എൻകറേജിങ് ദ എക്സിക്യൂട്ടീവ്സ് ആൻഡ് എംപ്ലോയീസ്, കണ്ടു എല്ലാവരും എക്സിക്യൂട്ടീവ്സ് ആയാലും ശരി, അവിടുത്തെ വർക്കേഴ്സ് എംപ്ലോയീസ് ആയാലും ശരി, ടു ലീഡ് ആൻഡ് എൻറിച്ച്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ത്യൻ എത്തോസ് നമുക്ക് പറഞ്ഞിരുന്നത് മാനേജ്മെൻറ്റിൽ അങ്ങനെയാണ് വേണ്ടത്. എല്ലാവരും ഒന്ന് സിങ്ക്രണൈസ് ചെയ്ത് ഒന്ന് ലയിച്ച് ഒന്നിച്ചു ചേർന്ന് എംപ്ലോയീസിനായാലും ശരി, മാനേജേഴ്സ് അതായത് എക്സിക്യൂട്ടീവ്സിനായാലും ശരി, അവർക്ക് എന്ത് സാധിക്കണം, ഒരു എൻറിച്ച്ഡ് ആയിട്ടുള്ള വളരെ എൻറിച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഫലവത്തായ അല്ലെങ്കിൽ വളരെയധികം ഗുണങ്ങൾ നിറഞ്ഞ എന്നുള്ളതാണ്. അങ്ങനെ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു നല്ല ജീവിതം നയിക്കാനായിട്ട് സാധിക്കണം. അതാണ് നമ്മുടെ ഇന്ത്യൻ എത്തോസ് പറഞ്ഞു തരുന്നത്. അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാനേജ്മെൻറ്റ് എന്നുള്ളതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് എത്തിക്കൽ വാല്യൂസ് ആൻഡ് കൾച്ചർ ഫൗണ്ട് ഇൻ ആൻ ഓർഗനൈസേഷൻ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ടേൺ ഓവർ ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഈ പറയുന്ന ഗുണാസ്, ഈ പറയുന്ന സിങ്ക്രണൈസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുവർലി എന്തിലേക്ക് നയിക്കുന്നതാണ് പറയുന്നത്, ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു ദി അല്ലെങ്കിൽ ഇറ്റ് വിൽ മേക്ക് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി ടേൺ ഓവർ ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ടേൺ ഓവർ എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്, സെയിൽസ് കൂടുമ്പോൾ എന്തുണ്ടാവുന്നു, പ്രോഫിറ്റ് കൂടുന്നുള്ള രീതിയിലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള എത്തിക്കൽ വാല്യൂസും കൾച്ചറും ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് എന്തിനെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആ ഓർഗനൈസേഷൻ്റെ ടേൺ ഓവറിനെ, സെയിൽസിനെ, അതായത് മൊത്തം അതിൻ്റെ പെർഫോമൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, അത് പോസിറ്റീവ്ലി തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് എന്താണ് പറയുന്നത്, ഹയർ ആൻഡ് ഫയർ പ്രിൻസിപ്പിൾസ് ഫോളോഡ് ഇൻ ദ വെസ്റ്റ് ആപ്പിംഗ് ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ കൾച്ചറൊന്നും ഫോളോ ചെയ്യാതെ പല കമ്പനീസും ഉണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു LPGക്ക് ശേഷം പല കമ്പനീസ് ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഫോളോ ചെയ്യാതെയുള്ള ചില വെസ്റ്റേൺ കൾച്ചർ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള ചില വെസ്റ്റ് ആപ്പിംഗ് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇന്ത്യയിൽ. സീം ടു ബി സക്സീഡ്. നമ്മൾ ഒറ്റ കാഴ്ചയിൽ നോക്കുമ്പോൾ നമ്മൾ പറയും ഓക്കെ അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളൊക്കെ ജോലി ചെയ്യാൻ ഇഷ്ടമാണ്, MNCസിലൊക്കെ പോയിട്ട് അല്ലേ. പക്ഷേ അതൊക്കെ സക്സസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു വിശ്വാസപ്രകാരം പറയുന്നത്, പക്ഷെ അത് എത്ര കാലത്തേക്ക് സക്സസ് ആവുള്ളൂ, ഓൺലി ഫോർ എ ഷോർട്ട് പീരീഡ് എന്നാണ് പറയുന്നത്. എന്താണ്, ദാറ്റ് ഈസ് ഒരു ചെറിയ കാലയളവിലേക്ക്. ഇപ്പം നല്ല സക്സസ്സിൽ അത് പോകുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന മൂല്യങ്ങളൊന്നും ഉൾക്കൊള്ളാതെ നടക്കുന്ന ഓർഗനൈസേഷൻസ് വളരെ ചുരുക്കം കാലങ്ങളിലേക്ക് മാത്രമായി അത് ഒതുക്കപ്പെടും എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ പറയുന്നത്, അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിലുള്ള പല ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ എബ്രോഡ് മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ഇന്ത്യക്ക് പുറമെയുള്ള പല ഇതും എന്ത് ചെയ്യുന്നുണ്ട്, പല ഓർഗനൈസേഷൻസും അവർ ഈ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ അത് ശരിക്കും അതൊരു നിർഭാഗ്യകരം എന്നാണ് പറയുന്നത്. അങ്ങനെ ആ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോകുന്ന ഓർഗനൈസേഷൻസ് അത് ഹയർ ആൻഡ് ഫയർ പ്രിൻസിപ്പിൾസ് ആണ്. ഹയർ ആൻഡ് ഫയർ എന്നുണ്ടെങ്കിൽ ആളെ എടുക്കുന്നു, പിന്നെ അയാളെ വേണ്ടാന്ന് വെക്കുന്നു. ഹയർ ചെയ്യാന്നുണ്ടെങ്കിൽ ആളുകളെ ഹയർ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഫയർ ചെയ്യാന്നുണ്ടെങ്കിൽ ത്രോൺ ഔട്ട് ഓഫ് ദി ജോബ് എന്നുള്ള. അപ്പോൾ അങ്ങനെ വിടുന്നു അങ്ങനെ ഒരു മോറൽ പ്രിൻസിപ്പിൾസ് ഒന്നുമില്ലാതെ ഓർഗനൈസേഷൻസ് സക്സസ് ഒക്കെ തന്നെയാണ്, പക്ഷെ അതൊരു കുറച്ച് കാലത്തേക്ക് ഉണ്ടാകുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള ദാറ്റ് ഇസ് പേജ് നമ്പർ 246 കിടക്കുന്ന ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് ഞാൻ എടുത്ത് പറയുന്ന എന്താണ് ചില പോയിന്റ്സുകൾ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ് ഹ്യൂമൻ വാല്യൂസ്. അപ്പോൾ നമ്മൾ വാല്യൂസ് എന്താണെന്ന് പറഞ്ഞു, ഗുണങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് ഒരു ഹ്യൂമൻ വാല്യൂസ്, അതാണ് നമ്മൾ നെക്സ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട്. ഹ്യൂമൻ വാല്യൂസ് ആർ മാനിഫെസ്റ്റഡ് ഇൻ അവർ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങളുണ്ടല്ലോ, ട്രൂത്ത്ഫുൾനെസ്, സിംപ്ലിസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗുണങ്ങൾ, അതെന്താണ്, അത് നമ്മുടെ ചിന്തയിൽ
നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ വേർഡ്സിൽ, പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും, നമ്മൾ ഡീഡ്സ് അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ചില എഗ്രിമെൻറ്റ്സ് അങ്ങനെയുള്ളതൊക്കെ അതിലൊക്കെ അത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്, പക്ഷെ അത് നമ്മൾ പ്രതിഫലിപ്പിച്ച് കണ്ടാലേ നമുക്കതിനെ എന്ത് പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ, ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഹെൽത്ത് ബിക്കംസ് മോർ ഇമ്പോർട്ടൻറ്റ്, അതായത് ആ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് ആ നമ്മുടെ ചിന്തകളിൽ അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ ഹ്യൂമൻ വാല്യൂസ് നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നാണ് പറയണത്, നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, ദാറ്റ് വി വിൽ ഗിവ് ദാറ്റ് ഈസ് എന്താ പറയുക, ടാൻജിബിൾ ആയിട്ടുള്ള വാല്യൂസ് ലൈക്ക് നെയിം ആൻഡ് ഫെയിം ബട്ട് ബൈ പ്യൂരിറ്റി. അതായത് ഒരു വ്യക്തിനെ ഈ പറയുന്ന നമ്മുടെ ചിന്തയിലും കാര്യങ്ങളിലൊക്കെ വാല്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ പേരിലോ അല്ലെങ്കിൽ അയാൾ ചെയ്ത വലിയ വലിയ കാര്യങ്ങളിലോ അല്ല അയാൾ അറിയപ്പെടുക, ബട്ട് എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് പ്യൂരിറ്റി, അയാൾ അത്രയും ശുദ്ധനാണ്, അത്രയും നല്ല വ്യക്തിയാണെന്നുള്ള രീതിയിൽ കൈൻഡ്നെസ്, അതായത് മറ്റു സഹജീവികളോട് വളരെ രീതിയിൽ വളരെ കൈൻഡ്ഫുള്ളായിട്ട് പെരുമാറുന്നുണ്ട്. ആൻഡ് സെൽഫ്ലെസ്നെസ്, ഞാൻ പറഞ്ഞു തന്നു അല്ലേ, സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ലാഭേച്ഛ കൂടാതെ ചെയ്യാമെന്ന് നമ്മൾ പറയും. ശരിക്കും മലയാളത്തിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ അവനവനെ ദോഷം തട്ടുന്നുണ്ടോ നോക്കുന്നില്ല, മറ്റുള്ളവർക്ക് ഗുണം വരുന്ന കാര്യങ്ങൾ ചെയ്യുക, അവനവൻ്റെ സെൽഫ് ഗെയിൻസ് ഒന്നും നോക്കാതെ ചെയ്യുക, അതാണ് സെൽഫ്ലെസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണെന്നാണ് പറയുന്നത്. ആൻഡ് അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക വെൽത്തിനല്ല, പകരം ഹെൽത്തിനാണെന്നാണ് പറയുന്നത്. വാല്യൂസ്, ഹ്യൂമൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ പണം സമ്പാദിക്കണം എന്നുള്ളതല്ലാണ്ടായിരിക്കാം, നമ്മൾ എന്ത് ചെയ്യും, ഹെൽത്ത് ഇൻ ടേംസ് ഓഫ് അവർ ബോഡി ആണെന്നെങ്കിലും ശരി, നമ്മുടെ റിലേഷൻഷിപ്പിലും ഹെൽത്തി എന്ന് നമ്മൾ പറയും അല്ലേ, ഹെൽത്തി റിലേഷൻഷിപ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അതാണ് ഹെൽത്ത് ബിക്കംസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വെൽത്ത് ആൻഡ് ക്യാരക്ടർ ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മണി. വെൽത്തിനല്ല, അവിടെ നമ്മൾ കുറേ സമ്പാദിച്ച് കൂട്ടുക എന്നുള്ളതിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹെൽത്തി റിലേഷൻഷിപ്പ്, ഹെൽത്തി എന്താണ്, ഈവൻ നമ്മുടെ എന്ത് കാര്യത്തിലും ഒരു ഹെൽത്തി തിങ്കിങ്, ഹെൽത്തി എന്താണ് ടോക്ക് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരും എന്നാണ് പറയണത്. ആൻഡ് നമ്മുടെ ക്യാരക്ടറിന്, സ്വഭാവത്തിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, അല്ലാതെ പണം എന്നതിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ എത്തോസ് പ്രകാരം പറയണതാണ്. ഹ്യൂമൻ ആൻഡ് എത്തിക്കൽ വാല്യൂസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ വെൽത്ത് ഓഫ് ക്യാരക്ടർ. നമുക്ക് പറഞ്ഞു തരികയാണ് ഈ വെൽത്ത് ആൻഡ് ക്യാരക്ടർ എന്ന് പറയുന്നതിൻ്റെ, അതായത് ഒരു ക്യാരക്ടറിൻ്റെ വെൽത്ത് എന്ന്, ഒരു ക്യാരക്ടറിൻ്റെ സമ്പാദ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെൽത്ത്, മൂല്യം എന്ന് പറയുന്നത് എന്താണ്, ഒരാളിലുള്ള ഹ്യൂമൻ വാല്യൂസും എത്തിക്കൽ വാല്യൂസാണ്. എത്തിക്കൽ വാല്യൂസ് ഉണ്ട്, ആ എത്തിക്കൽ വാല്യൂസ് ഫോളോ ചെയ്യുമ്പോൾ ഹി വിൽ ബിക്കം എ പേഴ്സൺ ഹാവിങ് ഹ്യൂമൻ വാല്യൂ ഉള്ള പേഴ്സണായിട്ട് മാറുന്നു. ഈ ഹ്യൂമൻ വാല്യൂസും എത്തിക്കൽ വാല്യൂസും ആണ് എന്താക്കുന്നത്, ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ എന്താക്കി മാറ്റുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ എന്താണെന്നാണ് പറയുന്നത്, മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. ദ വെൽത്ത് ഓഫ് ക്യാരക്ടർ, മെൻഷൻ്റെ വെൽത്ത് ഓഫ് ക്യാരക്ടർ, വെൽത്ത് എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് മൂല്യം, ഒരാളുടെ സ്വഭാവത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ നന്മ എന്നൊക്കെ പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഹിസ് ഓർ ഹെർ ഹ്യൂമൻ വാല്യൂ ഓർ ഹിസ് ഓർ ഹെർ എത്തിക്കൽ വാല്യൂസ് ആണ്. അപ്പോൾ എത്തിക് വാല്യൂ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എത്തിക്കൽ വാട്ട് ഈസ് എത്തിക്സ് എന്നുള്ളതൊക്കെ. ഹ്യൂമൻ വാല്യൂസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഗുണാസ് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഡീഡ്സ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വന്നാൽ അത് ഹ്യൂമൻ വാല്യൂസ് ആണെന്ന്. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് എന്താണ് പറയണത്, എന്നിട്ട് നമുക്ക് ഒരു ഡെഫിനിഷൻ നമുക്ക്, അതായത് ഒരു മിൽട്ടൺ റോക്കീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുണ്ട് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അക്കോർഡിംഗ് ടു മിൽട്ടൺ റോക്കീച്ച്, വാല്യൂസ് ആർ ബിലീവ്സ് ദാറ്റ് ഗൈഡ്സ് ആക്ഷൻസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ് അക്രോസ് എ വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസ്. അദ്ദേഹം പറയുന്നത് എന്താണ്, വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ ചില പ്രവർത്തനങ്ങളെ കൃത്യമായിട്ടത് ഗൈഡ് ചെയ്യുന്നു. നമുക്ക് ചില നീതിയുക്തമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സുകൾ നടത്താനായിട്ട് സാധിക്കുന്നു. എപ്പോൾ, പല സിറ്റുവേഷൻസ്, അതായത് പല സന്ദർഭങ്ങളിൽ സിറ്റുവേഷൻസിൽ നമുക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകി കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ, ഒരു ജഡ്ജ്മെൻറ്റ്, ന്യായം കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ചില വിശ്വാസങ്ങളെയാണ് നമ്മൾ എന്ത് പറയണത്, വാല്യൂസ് എന്നാണ് അദ്ദേഹം പറയണത്. അതാണ് കേട്ടോ അദ്ദേഹം എങ്ങനെയാണ് വാല്യൂസിനെ ഡിഫൈൻ ചെയ്തത്. Define value as a belief upon which one acts by preference. ഇതാണ് ഒരു ബിലീഫ്, ഒരു വിശ്വാസം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു വിശ്വാസമാണ് അത് എന്ത് ചെയ്യുന്നു, വിച്ച് വൺ ആക്ട്സ്, അതായത് ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു, ചില ഒരു ആക്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിലേക്ക് പോകുന്നു ബൈ പ്രിഫറൻസ്. തൻ്റെ വിശ്വാസം അനുസരിച്ച് ചില കാര്യങ്ങൾ മുൻഗണന കൊടുത്ത് എന്ത് ചെയ്യാണ് ചെയ്യുന്നതിനെയും നമുക്ക് വാല്യൂസ് എന്ന് പറയും. അതാണ് ദാറ്റ് ഈസ് ആൾപോർട്ട് കേട്ടോ. ആൾപോർട്ട് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് വാല്യൂ എന്ന് പറയണമെങ്കിൽ എ ബിലീഫാണ്, ഒരു വിശ്വാസം തന്നെയാണ്. അപ്പോൾ വിശ്വാസം എന്ന് മനസ്സിലാക്കുക, ബിലീഫ് അപ്പോൺ വിച്ച് വൺ ആക്ട്സ് ബൈ പ്രിഫറൻസ്.
ഇനി എന്താണ് അങ്ങനെയുള്ള ചില നോബിൾ വാല്യൂസ്, നോബിൾ എന്ന് പറഞ്ഞാൽ വളരെ പരിശുദ്ധമായിട്ടുള്ള അതാണ് നമ്മൾ നോബിൾ എന്ന് പറയുന്നത്. നോബിൾ വാല്യൂസ് ആർ ഇൻകൾക്കേറ്റഡ് ഇൻ ദി മൈൻഡ്സ് ഓഫ് ദി പീപ്പിൾ ഓർ ദി ഓർഗനൈസേഷൻ. അങ്ങനെ നമ്മുടെ മനുഷ്യരുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ മൊത്തം അങ്ങനെയുള്ള ചില നോബിൾ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻക്ലൂഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവിധ പൊല്യൂട്ടഡ് തോട്ട്സുകളും ഡേർട്ടി ആയിട്ടുള്ള തിങ്കിങ്സും അല്ലേ, നമ്മുടെ മനസ്സിലുള്ള ചീത്ത വിചാരങ്ങൾ, മലിനമായിട്ടുള്ള ചില ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി ഡ്രൈവൺ ഔട്ട് ഫ്രം ദ മൈൻഡ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെയുള്ള ചീത്ത ചിന്തകളെ നമുക്ക് എന്ത് ചെയ്യാം, തള്ളിക്കളയാനായിട്ട് സാധിക്കും. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്കൊരു പ്യുവർ ആയിട്ടുള്ള, അതേപോലെ തന്നെ ചേസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഇസ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു ചിന്തകൾ നമുക്ക് അങ്ങനെയുള്ളൊരു വ്യക്തിയായി മാറാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നോബിൾ വാല്യൂസ് നമ്മൾ പറഞ്ഞില്ല, അങ്ങനെ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മുടെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു പേഴ്സണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻസിൽ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിലെ എല്ലാ കാര്യങ്ങളും വളരെ പ്യുവറായിട്ട്, വളരെ അതുപോലെ തന്നെ എന്താണെന്നാണ് പറയുന്നത്, വളരെ ഡീസൻ്റ് ആയിട്ട്, അതായത് ഒരു കള്ളത്തരങ്ങളും ഇല്ലാതെ ഭംഗിയായി ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത്രയാണ് ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ പഠിച്ചു വെക്കേണ്ടത് ദാറ്റ് ഈസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഹ്യൂമൻ വാല്യൂസ് എന്നുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് ഇൻ അവർ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ്, അതാണ് ഹ്യൂമൻ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഒരു ഡെഫിനേഷൻ, ഇപ്പോൾ ഇന്ന വ്യക്തിയുടെ ഒന്നും പഠിച്ചു വെക്കണമെന്നില്ല. ഇപ്പോൾ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ബിലീവ്സ് ദാറ്റ് ഗൈഡ്സ് ആക്ഷൻ ആൻഡ് ജഡ്ജ്മെൻറ്റ്സ് അക്രോസ് എ വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസ്. അപ്പോൾ ആ വാല്യൂ എന്താണ്, വാട്ട് ഈസ് വാല്യൂ എന്നാണ് ചോദിക്കേണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഡിഫൈൻ ഹ്യൂമൻ വാല്യൂ എന്ന് ചോദിച്ചു കണ്ടിട്ടില്ല. വാട്ട് ഈസ് അങ്ങനെയായിരിക്കും ചോദിക്കാൻ സാധ്യത. അപ്പോൾ അതിൽ അത്രയാണ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അവിടെ നിന്ന് പഠിച്ചെടുക്കേണ്ടത്. Okay, the next topic that we are going to discuss is about holism എന്നാണ്. അപ്പോൾ ഹോളിസം എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് ഇവിടെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, HOLISM എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക, ആസ് എ ഹോൾ എന്നുള്ളത് തന്നെയാണ്. അത് WHOLE നമ്മൾ പറയില്ലേ, അപ്പോൾ ആ ഒരു ടേം തന്നെയാണ്, പക്ഷേ അതൊന്നും കൂടി ഒരു ബ്രോഡർ സെൻസിലേക്ക് വരും. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് ഹോളിസം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. എന്താണ് ഹോളിസം, അതായത് നമ്മൾ ഇന്ത്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്നത് ഈ ഹോളിസമാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. ഹോളിസം എന്ന് പറഞ്ഞാൽ വണ്ണസ്, കണ്ടോ, അതായത് എല്ലാം ഒന്നിച്ച്, അതാണ് മീനിങ്. ഹോളിസം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നിച്ച് എടുക്കുക, അതാണ് ഞാൻ ആസ് എ ഹോൾ എന്നുള്ള പറയാനുള്ള കാരണം. അതായത് എന്ത് ചെയ്യുമ്പോഴും എല്ലാം ഒന്നിച്ച് ചെയ്യുക, ആ രീതിയിലാണ് ഇവിടെ നമ്മൾ ഹോളിസം എന്ന് പറയുന്നത്. ഇൻ ഫിലോസഫി ഹോളിസം ഓർ ഹോളിസം, കണ്ടോ, രണ്ട് സ്പെല്ലിംഗ് ആണ് അതിനകത്ത്, HOLISM ഉണ്ട്, WHOLISM ഉണ്ട്. റെഫേഴ്സ് ടു ദ തിയറി ദാറ്റ് ഹോൾസ് ആർ ടു ബി റിഗാർഡഡ് ആസ് ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ദെയർ പാർട്സ്. അതായത് ഇപ്പോൾ നമ്മൾ കുറേ പാർട്സുകൾ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം നമ്മളതിനെ പല പല ഭാഗങ്ങളാക്കി വയ്ക്കാം. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, അത് നമ്മൾ അത് ഇങ്ങനെ പറയുന്നത് ഹോൾസ് ആർ ടു ബി റിഗാർഡ് ആസ് ഗ്രേറ്റർ. അവർ ആ പാർട്ടുകളെല്ലാം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ എന്താണ് വലിയ രീതിയിൽ, അതായത് നമ്മളൊരു കാര്യം നന്മ ചെയ്യുകയാണെങ്കിൽ, ഇത്രയോ ആലോചിച്ച് നമ്മളൊരു കാര്യം നന്മയായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യാണ്, നമ്മൾ വിചാരിച്ചേക്കാൾ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് അതിന് എക്സാമ്പിൾ, അതാണ് ഗ്രേറ്റർ ദാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയില്ലേ 1 = 2 ആണ് നമുക്കറിയാം, പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ പറയുമ്പോൾ ഒരു സിനർജിസ്റ്റിക് എഫക്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കും. 1 + 1 = 3. ഒരു മാത്തമാറ്റിക്കലും അല്ല ഞാൻ പറയണത് കേട്ടോ. അതിൻ്റെ അർത്ഥം നമ്മൾ ഒന്ന് കൂട്ടിയാൽ നമുക്ക് 2നേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ട് എല്ലാം കൂടി കൂട്ടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ലൊരു റിസൾട്ട്, അതാണ് അവിടെ മീനിങ് വരുന്നത് കേട്ടോ. അതിനാണ് സിനർജിസ്റ്റിക് എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഫിലോസഫിയിൽ ഹോളിസം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, പല പല ഭാഗങ്ങളാക്കി തിരിച്ച് അത് ഒന്നാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ രീതിയിൽ ആ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അതിനെ ഫിലോസഫിയിൽ ഹോളിസം എന്ന് പറയാമെന്നാണ് പറയുന്നത്. ഓക്കെ, മെഡിക്കൽ സയൻസിൽ, അപ്പോൾ ഞാനത് സ്ലൈഡിൽ കാണിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ ക്ലാരിറ്റി ആയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. മെഡിക്കൽ സയൻസിൽ ഹോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫേഴ്സ് ടു ട്രീറ്റിംഗ് ദ ഹോൾ പേഴ്സൺ, കണ്ടോ, മുഴുവൻ, അല്ലാതെ ഒരു ഭാഗം എടുത്ത് മനുഷ്യൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് പഠിക്കില്ല. ഹോൾ പേഴ്സൺ കൺസിസ്റ്റിംഗ് ഓഫ് മെൻ്റൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. കണ്ടോ, നമ്മുടെ മാനസികമായിട്ടുള്ള നമുക്ക് സോഷ്യൽ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അല്ലാതെ നമ്മുടെ ഡിസീസിൻ്റെ സിംറ്റംസിനെ മാത്രം എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യല്ല. അപ്പം ഓരോ ഫീൽഡിലും ഹോളിസം എന്ന് പറഞ്ഞിട്ട്, അപ്പം ഹോളിസം അപ്രോച്ച് ഇൻ മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, നമ്മുടെ ഏതെങ്കിലും ഒരു ശരീരത്തിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള അവിടുത്തെ സിംറ്റം നോക്കി രോഗം ചികിത്സിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ബോഡി മൊത്തം ഒരു സിസ്റ്റമാണെന്ന് കൺസിഡർ ചെയ്ത് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് നയിക്കുകയാണെങ്കിൽ അതിനെ ഹോളിസം എന്ന് പറയും. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഫിലോസഫിയിൽ പറഞ്ഞ കണ്ടോ, ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ദെയർ പാർട്സ്, കണ്ടോ, അത് എല്ലാം കൂടി എടുത്തുകൊണ്ട് ചെയ്യും.
ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ പാർട്സ്. കാരണം എന്താണെങ്കിൽ ഇപ്പോൾ നമ്മളത് ഇനി മാനേജ്മെൻറ്റിൽ നമ്മൾ ഈ ഹോളിസം കൊണ്ടുവരേണ്ടതെന്നാണ് നമ്മൾ പറയണത്. അതായത് കാരണം പറയണത് നമ്മളിപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടാക്കിയിട്ട് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിനെ ഡെവലപ്പ് ചെയ്തെടുത്ത കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ ഈ 5 വിരൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാണ് അല്ലേ. 5 വിരൽ നമുക്ക് 5ഉം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു വിരൽ മടക്കി വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി 4 വിരലോട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇല്ല. നമുക്ക് അവിടെ ഒരു എന്താ പറയുക ഹോളിസം വരുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് അവർ 5 ഫിംഗേഴ്സുകളും യൂസ് ചെയ്യണം. വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് ബോത്ത് ഓഫ് അവർ ഹാൻഡ്സ്. നമ്മുടെ 2 കൈ നമുക്ക് യൂസ് ചെയ്യേണ്ടത് വരും. കണ്ടോ? അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, വിൽ നോട്ട് പ്രൊഡ്യൂസ് ദ ഡിസയർ റിസൾട്ട്. അതാണ് ഈ ഹോളിസം എന്ന് പറയാനുള്ള റീസൺ. അതായത് ഓർഗനൈസേഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം വളരുക, മൊത്തം ഓർഗനൈസേഷനിലേക്ക് വളരും. ആ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ ഹാസ് ടു ബി ഡെവലപ്ഡ് എന്നാണ് അല്ലെ, ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സുകളും എന്ത് ചെയ്യണം, ഒരുപോലെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ പാർട്സ് വിൽ നോട്ട് പ്രൊഡ്യൂസ് ദ ഡിസയർ ഇഫക്റ്റ് ഇൻ the person or the organization എന്നാണ് പറയുന്നത്. When all parts are given due importance, no conflict occurs and the net result is harmony. കണ്ടോ? അതേസമയം നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിന് അല്ലെങ്കിൽ എല്ലാ ഡിവിഷൻസിനും ഒരു തുല്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റുകളില്ല. അവിടെ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള പരസ്പരം പഴിചാരുന്ന രീതിയിലുള്ള വഴക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ആൻഡ് നമുക്ക് കിട്ടുന്ന നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹാർമണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഒത്തൊരുമ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇതിലെ ഹോളിസത്തിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ആൻഡ് അണ്ടർ ദി ഇന്ത്യൻ ഹോളിസ്റ്റിക് അപ്രോച്ച്. അപ്പോൾ നമ്മൾ ഹോളിസ്റ്റിക് അപ്രോച്ചാണ് എടുക്കാറുള്ളത്. ഇന്ത്യൻ ഹോളിസ്റ്റിക് അപ്രോച്ചിൽ ദർ ഈസ് നോ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പാർട്സ്. നമ്മുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് പരസ്പരം ഓരോരോ ഭാഗങ്ങൾ തമ്മിൽ എന്തില്ല, യാതൊരുവിധ കോൺഫ്ലിക്റ്റുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. നമ്മൾ കാരണം പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, നമ്മൾ അത്രമാത്രം വാല്യൂസിന് അല്ലെങ്കിൽ പറയുന്ന ഗുണങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സെൽഫ്ലെസ്നെസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എത്തോസിൽ അഥവാ വാല്യൂ സിസ്റ്റത്തിൽ ഇല്ല. ദേ ആർ കോംപ്ലിമെൻ്ററി എന്നാണ് പറയുന്നത്. എന്താണ് കോംപ്ലിമെൻ്ററി എന്നുണ്ടെങ്കിൽ പരസ്പരം ചേർന്ന് നിന്ന് പോവുക, അതാണ് കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ ദേ ആർ കോംപ്ലിമെൻ്ററി ആണ്. ട്രൂ ഹാപ്പിനെസ് ലൈസ് ഇൻ ദി ഗ്രോത്ത് ഓഫ് അവർ ഹോൾ ബീങ്. അതായത് ശരിക്കും സന്തോഷം എന്ന് പറയണമെങ്കിൽ നമ്മൾ എല്ലാ ഹോളായിട്ട് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്രോത്തിലേക്ക് പോകും. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നിച്ചു വളരുകയാണെങ്കിൽ അതാണ് ശരിക്കുള്ള സന്തോഷം എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത് ട്രൂ ഹാപ്പിനെസ് ലൈസ് ഇൻ ദി ഗ്രോത്ത് ഓഫ് അവർ ഹോൾ ബീങ്. അല്ലാതെ ഒരെണ്ണം മാത്രം ഡെവലപ്പ് ചെയ്തിട്ട് കാര്യമില്ല അതിനകത്തിലെല്ലാം നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ എന്ന രീതിയിലേക്കാണ് പറയുന്നത്. ഇൻ മോഡേൺ മാനേജ്മെൻറ്റ് ദ ന്യൂ ഹോൾ മാൻ അപ്രോച്ച് എൻഷുവേഴ്സ് സക്സസ് ആൻഡ് ഹാപ്പിനെസ്. പ്രത്യേകിച്ച് അപ്പോൾ നമ്മൾ കണ്ടോ, നമ്മുടെ വാല്യൂസ് നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഈ വാല്യൂസ് നമ്മൾ ഈവൻ നൗ വി ആർ അപ്ലൈയിങ് ഇറ്റ് ഇൻ അവർ മോഡേൺ മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ആ ന്യൂ ഹോളിസം എന്നുള്ള ഇത് നമ്മൾ അപ്രോച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ എന്തുണ്ട്, സക്സസ് ആൻഡ് ഹാപ്പിനെസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഇന്ത്യൻ കൺസെപ്റ്റ് ഈസ്, പക്ഷേ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ല ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഹോളിസം എന്നുള്ളതൊക്കെയാണ് വിശ്വസിച്ച് പോരുന്നത്. ഇത് വെസ്റ്റേൺ സിവിലൈസേഷനിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. അവർ തീർത്തും ടോട്ടലി ദ ന്യൂ കൺസെപ്റ്റ് ഫോർ ദി വെസ്റ്റേൺ സിവിലൈസേഷൻ ആണ്, വിച്ച് ഗീവ് ലിറ്റിൽ ഇമ്പോർട്ടൻസ് ടു ഹോളിസം. അപ്പോൾ ലിറ്റിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം കുറച്ച് എന്നുള്ള മീനിങ് അല്ല എടുക്കേണ്ടത്, നെഗറ്റീവാണ്. ഒട്ടും വില കൽപ്പിക്കുന്നില്ല. അവർക്ക് വില കൽപ്പിക്കുന്ന ഹോളിസം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ ഹോളിസം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വെസ്റ്റേൺ കൾച്ചറിൽ ദീസ് കോൺസെപ്റ്റ് ഈസ് ന്യൂ ഫോർ ദം ആൻഡ് ദേ ഹാവ് ലിറ്റിൽ നോളജ്. ഒരു അറിവും അവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അതിൻ്റെ വാല്യൂവിനെ കുറിച്ച് അവർക്ക് ഒരു അറിവുമില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ? ആൻഡ് എന്താണ് ദ ഹോളിസ്റ്റിക് അപ്രോച്ച് ഇൻ മാനേജ്മെൻറ്റ് വിൽ എൻഷുർ, വീണ്ടും നമുക്ക് പറഞ്ഞുതരാം, ഇങ്ങനെ നമ്മൾ ഇത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വിൽ എൻഷുർ ഓൾ റൗണ്ട് ഗ്രോത്ത്. എല്ലാ തലങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രോത്ത് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ എവറി സ്പിയർ, ഒരു ഓർഗനൈസേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എവറി സ്പിയറിൽ, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും, ഇപ്പോൾ പ്രൊഡക്ഷൻ ആയിരിക്കാം, മാർക്കറ്റിങ്ങിലായിരിക്കാം, ഫിനാൻസിലായിരിക്കാം, സെല്ലിങ്ങിലായിരിക്കാം, ഏതിലായാലും ശരി, ഡിസ്ട്രിബ്യൂഷനിലായിരിക്കാം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓരോ പാർട്സിലും എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോത്ത്, ഒരു ഓൾ റൗണ്ട് ഗ്രോത്ത് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദർ ബൈ അച്ചീവ് ദി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അങ്ങനെ എന്തിലേക്ക് എത്താനായിട്ട് സാധിക്കും, പ്രോഫിറ്റ് മാക്സിമൈസേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. ആൻഡ് ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻ ഓർഗനൈസേഷൻ ഷുഡ് സ്ട്രൈവ്
അതുകൊണ്ട് തന്നെ therefore എന്താണെന്നാണ് പറയുന്നത്, ഈ പറയുന്ന രീതിയിലുള്ള നമ്മൾ പഠിച്ചു വന്ന വാല്യൂസ് ഇല്ലേ, അതായത് ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് അടങ്ങുന്ന നമ്മൾ പഠിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, എംപ്ലോയീസിൻ്റെ ഉള്ളിൽ ഇൻകൾക്കേറ്റ് ചെയ്യാന്നെങ്കിൽ അവരിൽ അത് എന്ത് ചെയ്യണം, അവർക്കത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഇടയിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ടോപ്പ് മാനേജ്മെൻറ്റ് അതിനുള്ള സ്റ്റെപ്സ് എടുക്കണമെന്നാണ് പറയുന്നത്. കണ്ടോ, ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻ ഓർഗനൈസേഷൻ ഷുഡ് സ്ട്രൈവ് എന്ത് ചെയ്യണം, ടു ഇൻകൾക്കേറ്റ് ദീസ് വാല്യൂസ് ഇൻ എംപ്ലോയീസ്. കാരണം അങ്ങനത്തെ വാല്യൂസ് വന്നാൽ ഷുവറായിട്ടും ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞൊരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിലേക്കും ഓവറോൾ ഹാപ്പിനെസ് എന്നുള്ള ഒരു ഇതിലേക്കും വരും എന്നാണ് പറയുന്നത്. ഇന്ത്യൻ വിസ്ഡം ആൻഡ് ഇൻസൈറ്റ് കൺസിഡർ ഹ്യൂമൻ ബീയിങ് ആസ് യുണീക്ക് ബീയിങ് ഹാവിങ് സെൽഫ് കോൺഷ്യസ്നെസ് ആൻഡ് കോംപ്ലക്സ് മൈൻഡ്, ബോഡി, ഹേർട്ട്, ഇൻ്റലക്ട് ആൻഡ് സോൾ. എന്നിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ വിസ്ഡം അനുസരിച്ച് പറയുന്ന കാര്യം എന്താണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എന്താണ് ഇന്ത്യൻ വിസ്ഡം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് വളരെ നമ്മൾ അറിവോടുകൂടി, അതാണ് വിസ്ഡം എന്ന് പറയുന്നത്. നല്ല എബിലിറ്റി ടു തിങ്ക് ആൻഡ് ആക്ട് യൂസിങ് നോളജ്, അതായത് നമ്മൾ ലോജിക്കലിയൊക്കെ തിങ്ക് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ നമ്മുടെ ഇന്ത്യൻ വിസ്ഡം അനുസരിച്ച് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻസൈറ്റ് കാഴ്ചപ്പാടനുസരിച്ച് പറയുന്നത്, ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള ബീയിങ് ആണ്. നമ്മൾ പഠിച്ചു വന്ന അങ്ങനെയുള്ള ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതാണ് മനുഷ്യനെ എന്നാണ് നമ്മൾ കൾച്ചർ ഇങ്ങനെ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അതനുസരിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ബീയിങ് ആണ്. അവർക്ക് എന്തുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ട്, എന്നാൽ വളരെ കോംപ്ലക്സ് ആയിട്ടൊരു മൈൻഡ് ഉണ്ട്. നമുക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള മൈൻഡ്, ബോഡി, നമുക്കൊരു ഹേർട്ട് ഉണ്ട്, ഇൻ്റലക്ട് ബുദ്ധിയുണ്ട്, നമുക്കൊരു ആത്മാവുണ്ട്. ക്ലിയർ? അങ്ങനെ നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മുടെ കൾച്ചർ അനുസരിച്ച് അങ്ങനെയാണ് കാണുന്നത്. അത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സെൽഫ് കോൺഷ്യസ്നെസ്, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു സോൾ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ഹേർട്ട്, ബോഡി, മൈൻഡ് ഒക്കെ ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിച്ച് വരുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് എന്താണ് പിന്നെ പറയുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈക്വൽ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ടു ഓൾ ദീസ് ആസ്പെക്ട്സ്. കണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരേപോലെ എന്ത് ചെയ്യാം. അല്ലാതെ നമ്മൾ പറയണ ഒരാൾക്ക് ഹൃദയം മാത്രമുള്ളൂ എന്ന് വിചാരിച്ചിട്ടില്ല നമ്മൾ കാര്യങ്ങൾ ചെയ്ത്. അയാൾക്ക് അവനവൻ്റേതായിട്ടൊരു വ്യക്തിത്വമുണ്ട്, അവനവൻ്റേതായിട്ടൊരു ആത്മാവുണ്ട്, അവനവൻ്റേതായിട്ടൊരു ശരീരമുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ എത്തോസ് അനുസരിച്ച് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യണം, ദാറ്റ് ഡ്യൂ കൺസിഡറേഷൻ ഓർ ഡ്യൂ ഇമ്പോർട്ടൻസ് മസ്റ്റ് ബി ഗിവൺ സോ ദാറ്റ് അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് പവർ വിത്തിൻ കം ഔട്ട്. അങ്ങനെ ഒരുപോലെ അവർക്കൊരു ഡ്യൂ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുത്താലേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കിടക്കുന്നത്, അതായത് അത്രമാത്രം പൊട്ടൻഷ്യാലിറ്റി, കഴിവ് ഒരു മനുഷ്യനുണ്ട്, ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ദേ ക്യാൻ സെർവ്, ദാറ്റ് ഈസ് സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആളുകളെ സഹായിക്കാം ത്രൂ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഹാർമണി. ഇൻറ്റേർണലിയും ഒത്തുചേർന്നുകൊണ്ട് എക്സ്റ്റേണൽ വിത്തിൻ ദ ഓർഗനൈസേഷൻ ആയാലും ശരി, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ആയാലും ശരി, ഒരു ഒത്തൊരുമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഈ പറഞ്ഞില്ലേ, നമുക്ക് ഒരു സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ട്, ബോഡി ഉണ്ട്, സോൾ ഉണ്ട്, മൈൻഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അതിനെല്ലാത്തിനും ഒരേപോലെ എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോളിസ്റ്റിക് അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്. ഇതിൽ ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ വാട്ട് ഈസ് ഹോളിസ്റ്റിക് അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് എന്നുള്ളതിന് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ദിസ് ഈസ് വാട്ട് വി കോൾ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് ഓഫ് ദി സെൽഫ് ആൻഡ് ദാറ്റ് ഓഫ് എനി ഓർഗനൈസേഷൻ. അതിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ നിലയ്ക്ക് അവനവനോടുള്ള ഹോളിസ്റ്റിക് അപ്രോച്ച് ആയാലും ശരി, ഒരു ഓർഗനൈസേഷനോടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയാലും ശരി, ഇതിനെയാണ് എല്ലാവർക്കും തുല്യ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, എല്ലാത്തിനും തുല്യ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോളിസ്റ്റിക് അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയാണ് നമുക്ക് ദാറ്റ് ഈസ് റിഗാർഡിങ് എന്തിനെക്കുറിച്ച് പറയാനുള്ളത്, ഹോളിസത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഹോളിസം എന്നുള്ളതാണ് നമുക്കവിടെ കറക്റ്റ് എക്സാം പോയിന്റും, ആൻഡ് വാട്ട് ഈസ് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി ഈ പറയുന്ന ഹോളിസ്റ്റിക് അപ്രോച്ച് എങ്ങനെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അതാണ് നെക്സ്റ്റ് ടോപ്പിക്, ഹോളിസ്റ്റിക് അപ്രോച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്നാണ് പറയുന്നത്. ഞാൻ ആവശ്യമുള്ള പോയിന്റ്സുകൾ മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ കേട്ടോ. Today, holistic approach is applied by very prognostic managers and executives എന്നാണ് പറയുന്നത്. എന്താണ് പ്രോഗ്നോസ്റ്റിക് മാനേജേഴ്സ് എന്നാണ് പറയുന്നത്. കാലത്ത് ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപോലെ ഇമ്പോർട്ടൻസ്. പ്രോഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇത്രയില്ല, അതായത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് എന്നുള്ളതാണ് കേട്ടോ. പ്രോഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാനേജേഴ്സ്, അവരെയാണ് നമ്മൾ പ്രോഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. അങ്ങനെ ഫ്യൂച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മാനേജേഴ്സ് ആയാലും ശരി, എക്സിക്യൂട്ടീവ്സുകളായാലും ശരി, അവരെന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, ദേ ആർ അപ്ലൈയിങ് ദിസ് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നാണ് പറയുന്നത്. ദിസ് ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ഡിസിഷൻ മേക്കിംഗ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എനി സിംഗിൾ ഫാക്ടർ. അപ്പോൾ ഈ നമ്മൾ ഈ ഹോളിസ്റ്റിക് അപ്രോച്ച്
അപ്രോച്ച് ഡിസിഷൻ മേക്കിങ്ങിൽ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കൊരു നല്ല തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കാരണം നമ്മൾ വണ്ണസിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഒരു മാനേജർക്കോ മാനേജ്മെൻറ്റിനോ എക്സിക്യൂട്ടീവിനോ സാധിക്കില്ല. കാരണം ഇങ്ങനെയുള്ള മാനേജേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് പ്രൊഗ്നോസ്റ്റിക് ആയിട്ടുള്ള വളരെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാനേജേഴ്സ് എക്സിക്യൂട്ടീവ്സ് ആണെന്നുണ്ടെങ്കിൽ ശരി, അവർ ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ അവർ ഒരു സിംഗിൾ ഫാക്ടർ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യില്ല, ഒരു തീരുമാനത്തിലേക്ക് എത്തില്ല എന്നാണ് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് എന്താണ് ചെയ്യുന്നത്, ഹോളിസ്റ്റിക് മെത്തേഡ് യൂസസ് എ ഹാപ്പി ബ്ലെൻഡിങ്. കണ്ടോ, ബ്ലെൻഡ് ചെയ്യുക, നമ്മൾ മിക്സിയിലൊക്കെ ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാം കൂടി ഒറ്റയടിക്ക് അടിച്ചെടുക്കുക അല്ലേ. നമ്മൾ ഒരു ജ്യൂസ് അടിക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചു, പഞ്ചസാരയും പാലും എല്ലാം കൂടി ഒന്നിച്ചു ഒരു ഇതായി മാറി അല്ലേ. അതുപോലെ തന്നെ ഒരു ഹാപ്പി ബ്ലെൻഡിങ് ഓഫ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്, എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് അതൊക്കെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഒരു സന്തോഷകരമായിട്ട്, അതായത് വളരെ ഗുണപരമായിട്ട് അതിനെല്ലാം ബ്ലെൻഡ് ചെയ്യുന്നു ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ്. അപ്പോൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം എല്ലാവരും കൺസിഡർ ചെയ്യുക. അത് ആ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ എല്ലാ ഫാക്ടേഴ്സും ഒന്നിച്ചെടുത്ത് കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഹോളിസ്റ്റിക് ദാറ്റ് ഈസ് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന മാനേജേഴ്സ് ഡിസിഷൻസിലേക്ക് പോവുക എന്നാണ് പറയുന്നത്. സോഷ്യലി കോംപ്ലക്സ് റിലേഷൻഷിപ്സ് ഓഫൺ പ്രൊവൈഡ് ബെറ്റർ സൊല്യൂഷൻസ് ടു കോംപ്ലക്സ് ഇഷ്യൂസ്. എന്താണ് അതിൻ്റെ റീസൺ പറയുന്നത്, നമ്മൾ അങ്ങനെ എല്ലാം കൺസിഡർ സോഷ്യലി എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ്, നമ്മളെല്ലാവർക്കും ഡ്യൂ കൺസിഡറേഷൻ കൊടുക്കുക, അതിനാണ് സോഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് സോഷ്യലി കോംപ്ലക്സ് റിലേഷൻഷിപ്സിനാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ, കോംപ്ലക്സ് ഇഷ്യൂസ് ആണെങ്കിലും ശരി, നമുക്ക് എന്ത് കിട്ടുന്നതാണ് പറയുന്നത്, ബെറ്റർ സൊല്യൂഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. എന്താണ് ഇത്രയേ ഉള്ളൂ. ബെറ്റർ സൊല്യൂഷൻസ് ക്യാൻ ബി മെയ്ഡ് എങ്ങനെയാണ്, ദാറ്റ് ഈസ് ആഫ്റ്റർ ടേക്കിംഗ് ഓൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദിസ് പ്രോബ്ലം ഈസ് കൺസിഡേർഡ്. എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആ പ്രോബ്ലം സോൾവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഷുവർലി ഗിവ് എ ബെറ്റർ റിസൾട്ട്. നമുക്ക് നല്ലൊരു റിസൾട്ട് അതുമൂലം കിട്ടും എന്നാണ് പറയുന്നത്. എന്താണ് നെക്സ്റ്റ്, ആൻഡ് അക്കോർഡിംഗ് ടു ഹോളിസ്റ്റിക് മെത്തേഡ് ദ ഡിസിഷൻ മേക്കേഴ്സ് ഐഡൻറ്റിഫൈ. അപ്പോൾ ഹോളിസ്റ്റിക് മെത്തേഡിങ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ദ ഡിസിഷൻ മേക്കേഴ്സ്, അതായത് നമ്മൾ പറയുന്ന മാനേജേഴ്സോ എക്സിക്യൂട്ടീവ്സോ ആരായാലും ശരി, അവരെന്ത് ചെയ്യും, ഫസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ all important people and resources connected to the problem at hand. അതായത് ഒരു പ്രോബ്ലം മുന്നിൽ വന്നു, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ ഹോളിസ്റ്റിക് അപ്രോച്ച് എടുത്തിരിക്കുന്ന ഒരു മാനേജറാണ്, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് അപ്രോച്ച് ഇൻ മാനേജ്മെൻറ്റ് ആണ് അവർ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നാണ് പറയുന്നത്. അതായത് ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകളെയും ഐഡൻറ്റിഫൈ ചെയ്യും, കൃത്യമായിട്ട് ആരൊക്കെയാണ് ഇതുമൂലം ഈ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ആരെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരെ മുഴുവൻ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ ആളുകളെ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട റിസോഴ്സസ്, ഇപ്പോൾ ചിലപ്പോൾ മണി ആയിരിക്കാം, മെറ്റീരിയൽ ആയിരിക്കാം, മെഷീനറി ആയിരിക്കാം, ഏതാണ് ഈ ഒരു പ്രോബ്ലമായി ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ കാര്യങ്ങളും, ഹ്യൂമൺ ആയിട്ടുള്ളതും ശരി, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും ശരി, എല്ലാം എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, അവരത് കൃത്യമായിട്ട് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ദീസ് പീപ്പിൾ ആൻഡ് റിസോഴ്സസ് ആർ ബ്രോട്ട് ടുഗദർ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരും. അതായത് അതാണ് ഹോളിസ്റ്റിക്. അല്ലാതെ വേണമെങ്കിൽ മാനേജർ കണ്ണടച്ചൊരു തീരുമാനം എടുക്കാം, ആർക്ക് എന്ത് ബാധിക്കുന്നു എന്നറിയാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിഷൻ എടുത്ത് ഫൈനലൈസ് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല ഹോളിസ്റ്റിക് അപ്രോച്ച് ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആളുകളെയെല്ലാം തിരിച്ചറിഞ്ഞ്, റിസോഴ്സുകളെയൊക്കെ തിരിച്ചറിഞ്ഞ് അവയെ ഒന്നിച്ചു കൊണ്ടുവരുന്നു. അതിൻ്റെ ബേസിൽ അത് എന്ത് ചെയ്യുന്നു, ടു ഫോം എ ന്യൂ യൂണിറ്റ്, ഒരു പുതിയ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഈ ഒരു പ്രോബ്ലമായി ബന്ധപ്പെട്ട എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, വിച്ച് മേക്സ് എ വെരി ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. എന്നിട്ട് അതിനകത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. അതായത് നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലമാണ്, എങ്ങനെയാണിത് കാര്യങ്ങൾ വിലയിരുത്തുന്ന രീതിയിൽ അവരെല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരും. ആൻഡ് ദെൻ ഫോം എ ന്യൂ യൂണിറ്റ് വിച്ച് മേക്സ് എ വെരി ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി എന്താണ് പറഞ്ഞത്, പർപ്പസ്. അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നതാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്നിട്ട് എന്ത് ചെയ്യും, മാനേജ്മെൻറ്റ് പേഴ്സണൽ ഹു ഫോളോ ദ ഹോളിസ്റ്റിക് മെത്തേഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ടേക്ക് വേരിയസ് ഫാക്ടേഴ്സ് ഇൻ ടു കൺസിഡറേഷൻ. എന്നിട്ട് ഇവരെ കൊണ്ടുവന്ന് ഒരു ഒറ്റ യൂണിറ്റ് ആക്കി മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യും, അപ്പോൾ ഹോളിസ്റ്റിക് മെത്തേഡാണ് ഡിസിഷൻ മേക്കിങ്ങിൽ ഹോളിസ്റ്റിക് മെത്തേഡാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടുള്ള പല ഫാക്ടേഴ്സുകൾ എന്ത് ചെയ്യും, കണക്കിലെടുക്കും. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്ങുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില കാരണങ്ങൾ പറയാനുണ്ടാവും, ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. എനിവേ എന്തായാലും ശരി, അവരൊരു പുതിയ യൂണിറ്റ് ആക്കി ഫോം ചെയ്തിട്ട് ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യണം എന്നുള്ളതെല്ലാം എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ദാറ്റ് ഈസ്
ആ രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തും. അതാണ് പറയുന്നത് ദ മാനേജറിയൽ പേഴ്സൺ ഹു ഫോളോ ദ ഹോളിസ്റ്റിക് മെത്തേഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ടേക്ക് വേരിയസ് ഫാക്ടേഴ്സ് ഇൻ ടു കൺസിഡറേഷൻ. എല്ലാം ഒരെണ്ണം പോലും വിട്ടുപോയില്ല. എന്നിട്ട് എന്താണ് നെക്സ്റ്റ് സെൻറ്റൻസ് പറയുന്നത്? ഈവൻ ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആർ നോട്ട് ഫോർഗട്ടൺ എന്നാണ് പറയുന്നത്. അതായത് മാനുഷിക ബന്ധങ്ങൾ പോലും അവിടെ എന്ത് ചെയ്യുന്നു, അതുപോലും ഇല്ലേ. അപ്പോൾ നമ്മൾ പറയും ബിസിനസ്സിൽ നമുക്ക് മാനുഷിക ബന്ധങ്ങൾ നോക്കേണ്ടതില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഡിസിഷൻ മേക്കിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യത്വപരമായിട്ട് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിയാൽ കുഴപ്പമുണ്ടോ എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഹോളിസ്റ്റിക് ഡിസിഷൻ മേക്കിംഗ് പ്രൊഡ്യൂസസ് ലോങ് ടേം റിസൾട്ട്സ്. ആൻഡ് വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ദിസ് ഹോളിസ്റ്റിക് ഡിസിഷൻ മേക്കിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? നമ്മളിങ്ങനെ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ട്, അതായത് പറഞ്ഞില്ലേ എല്ലാം ഒരു ചെറിയ കാര്യങ്ങൾ പോലും വിട്ടുപോകാതെ എന്ത് ചെയ്യാണ്, പ്രോബ്ലം സോൾവിങ്ങിലേക്ക് പോവാണ്. അത് എപ്പോഴും ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം നമ്മളെല്ലാ ഫാക്ടറും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? പ്രൊഡ്യൂസസ് ലോങ് ടേം റിസൾട്ട്സ് ആസ് എഗെയിൻസ്റ്റ് ദ കൺവെൻഷണൽ ഡിസിഷൻ മേക്കിംഗ്. കൺവെൻഷണൽ ഡിസിഷൻ മേക്കിംഗിനെയാണ് മാനേജർ ആ പ്രോബ്ലം എന്താണെന്ന് പഠിക്കുന്നു. ഓക്കെ, അദ്ദേഹത്തിന് ഉചിതമായ ഒരു തീരുമാനത്തിൽ അങ്ങനെയല്ലേ നമ്മൾ പഠിക്കാം. അക്കോർഡിംഗ് ടു ഹിസ് ഇതനുസരിച്ചുള്ള അദ്ദേഹം ഒരു ഹിസ് ഓർ ഹെർ അനുസരിച്ചുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. പക്ഷേ ഹോളിസ്റ്റിക്കൽ അങ്ങനെയല്ല. ഒരു മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പോലും കണക്കിലെടുത്തുകൊണ്ടാണ് ലാസ്റ്റ് ഡിസിഷനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ദീർഘകാലത്തേക്ക് അതിനൊരു എഫക്റ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കൺവെൻഷണൽ വെച്ച് നോക്കുമ്പോൾ അത് നമ്മൾ എപ്പോഴും ചെയ്യുക. കൺവെൻഷനിൽ എങ്ങനെയാണ്, കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ മുന്നിൽ കുറച്ച് ഫാക്റ്റുകൾ വെച്ചിട്ടുണ്ടായിരിക്കും, കുറച്ച് ഫിഗേഴ്സ്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുകൾ വെച്ചിട്ടുണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ചില സ്റ്റേറ്റ്മെൻറ്റ്സുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. അത് നോക്കിയിട്ട് ഓക്കെ ദെൻ വി ക്യാൻ ഡിസൈഡ് ടു ക്ലോസ് ദാറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ എഴുതും മാനേജർ. പക്ഷേ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എടുക്കുന്ന സ്ഥലത്താണെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് അടയ്ക്കുന്നതിനെ കുറിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു വരുത്തുന്നു. അവിടുത്തെ എല്ലാവർക്കും അതുമൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് കൺസിഡർ ചെയ്യുന്നു. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു ഡിസിഷനിലേക്ക് എത്തുന്നു. അതാണ് ഹോളിസ്റ്റിക് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ കൺവെൻഷനിൽ അങ്ങനെയല്ല. നമ്മൾ കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മുന്നിൽ വെക്കുന്നു. ഓക്കെ, ഈ യൂണിറ്റ് നഷ്ടത്തിലാണ് ഓടുന്നത്, ദെൻ ലെറ്റ്സ് ഡിസൈഡ് ടു ക്ലോസ് ഇറ്റ് ഡൗൺ, ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ടടിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ജോലി ഉണ്ടാവുന്നവർക്ക് എന്താ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവർക്ക് സപ്ലയേഴ്സിന് എന്താ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊന്നും കൺസിഡർ ചെയ്തിരുന്നില്ല. അതിനെ നമ്മൾ പറയുന്നത് ഒരു ഓട്ടോക്രാറ്റിക് ഇൻക്ലിനേഷൻ എന്നാണ് പറയുന്നത്. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഓൺ ഡിസിഷൻ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ളൊരു നിരവധി ഡിസിഷണൽ മേക്കിംഗ് ആണ് കൺവെൻഷണൽ ഡിസിഷൻ മേക്കിംഗ്. ഹോളിസത്തിൽ ഒരിക്കലും അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. എന്താണ് കാരണം ഈ ഹോളിസ്റ്റിക് അപ്രോച്ചിൽ എങ്ങനെയാണ് ദ എംപ്ലോയീസ് ആർ ടു ബി കൺസിഡർഡ് ആസ് ഹ്യൂമൻ ബീയിങ്സ്. അതായത് ഓരോരുത്തരും മനുഷ്യൻ എന്നുള്ളതിന് കൂടുതൽ മൂല്യം കൊടുത്തുകൊണ്ടാണ് ദാറ്റ് ഈസ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിൽ എത്തുന്നത്. മറ്റേതിൽ മനുഷ്യനുണ്ടെങ്കിൽ പോലും നമ്മുടെ ദാറ്റ് ഈസ് എന്താണ്, അവർക്ക് അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്സിനോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അവർ ഉണ്ടാക്കുന്ന അവരുടെ മോറൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലിനൊന്നും നോക്കാതെയാണ് ഡിസിഷനിലേക്ക് എത്താം. ഇവിടെ അങ്ങനെയല്ല. മനുഷ്യനെ മനുഷ്യനായി തന്നെ കണ്ടുകൊണ്ട് തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. കാരണം എംപ്ലോയീസിനെ ഹ്യൂമൻ ബീയിങ് ആണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ചില ആസ്പിരേഷൻസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസും ചില ഒപ്പീനിയൻസും ഉണ്ട്. അപ്പോൾ അവരോടും കൂടി ചോദ്യങ്ങൾ ചോദിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ കൂടി അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് വിലക്കെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ഹോളിസ്റ്റിക് മാനേജേഴ്സ് ആർ ഓഫൺ കൺസിഡേർഡ് ആസ് ഡെമോക്രറ്റിക് ആൻഡ് പോപ്പുലർ. എപ്പോഴും ഈ ഒരു അപ്രോച്ച് ഡിസിഷൻ മേക്കിങ്ങിൽ ഈ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്ക് പോകുന്ന മാനേജേഴ്സിനെ എപ്പോഴും എന്തായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് പറയുന്നത്, വളരെ പോപ്പുലറാണ് അവർ. പെട്ടെന്ന് നമ്മൾ പറയില്ലേ പ്രീതി നേടിയെടുക്കുന്ന വ്യക്തികളായിരിക്കും. ഡെമോക്രാറ്റിക് ആണ്. നമ്മൾ ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി, മനസ്സിലാക്കാം അല്ലേ. നമ്മൾ ഇലക്ഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരാളെ ജനങ്ങളെല്ലാവരുമാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറുമെന്നാണ് പറയുന്നത് അല്ലേ. ഇത്രയാണ് ദാറ്റ് ഈസ് ഹോളിസ്റ്റിക് അപ്രോച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. നമുക്കതിലേക്ക് പഠിക്കാൻ നമുക്ക് തന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇനി ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഓൾ ഹു ആർ കണക്റ്റഡ് വിത്ത് ദ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ ബിഫോർ നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ഒരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഹോളിസ്റ്റിക് മാനേജേഴ്സ് ആർ ഓഫൺ കൺസിഡേർഡ് ആസ് ഡെമോക്രാറ്റിക് ആൻഡ് പോപ്പുലർ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് നമുക്ക് പറഞ്ഞു തരാണ് പിന്നീട് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ്, അതൊരു പ്രോസസ് ആണെന്നാണ് പറയുന്നത്. ഇൻ വിച്ച് ഓൾ ഹു ആർ കണക്റ്റഡ് വിത്ത് ദ ബിസിനസ് ഓർഗനൈസേഷൻ, അതായത് ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരെയും എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ദാറ്റ് ഈസ് ട്രൈ ടു ഇംപ്രൂവ് ദെയർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ദെയർ റിസോഴ്സ് ഓഫ് ഇൻകം.
അപ്പോൾ അവരെല്ലാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരുടെയും എന്ത് ചെയ്യുന്നു, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ ഇൻകം സോഴ്സ് എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. എങ്ങനെ? വിത്തൗട്ട് ഡാമേജിങ് ദ എൻവയോൺമെൻറ്റ് ഓൺ വിച്ച് എവറിത്തിങ് അണ്ടർ ദ സൺ ഡിപ്പെൻഡ്സ്. കണ്ടോ, നമ്മൾ പറയുന്നത് ഭൂമിക്ക് താഴെയുള്ളതും നമുക്ക് തമ്മിലൊരു ബന്ധമുണ്ടെന്നാണ് നമ്മൾ പഠിച്ചു വന്നത് അല്ലേ. അതാണ് പറയുന്നത്, അവർ ഇൻകത്തെയോ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയോ ഒരു രീതിയിലും ബാധിക്കാതെ അവർ ജീവിക്കുന്ന എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യണം, എല്ലാ രീതിയിലും അവരുടെ ക്വാളിറ്റി ലൈഫും അവരുടെ ഇൻകവും കൂട്ടുന്ന ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ആയാലും ശരി ഇൻകവും ആയാലും ശരി അത് കൂട്ടുന്ന ഒരു പ്രോസസ്സാണ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് എന്താണ്? അവരെന്തെങ്കിലും ഒരു ഡിസിഷൻ മാനേജ്മെൻറ്റ് എടുക്കുമ്പോൾ അതൊരു തരത്തിലും ഒരു എംപ്ലോയിയുടെ ജീവിത നിലവാരത്തെയോ അതുപോലെ തന്നെ അവരുടെ ഇൻകത്തെയോ എന്ത് ചെയ്യില്ല, ബാധിക്കില്ല. ഇനി എന്താണ് ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നുണ്ടോ, ആരാണ് ഈ ഓൾ ഹു ആർ കണക്റ്റഡ് വിത്ത് ദ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? മാനേജേഴ്സ് ഉണ്ടായിരിക്കാം അല്ലേ, എംപ്ലോയീസ് ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യേഴ്സ് ഉണ്ടായിരിക്കാം, കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കാം. ഇവരൊക്കെ ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്താൽ അവിടെ മാനേജേഴ്സ് ഉണ്ടാവും, തീർച്ചയായിട്ടും എംപ്ലോയീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബിസിനസ്സിന് വേണ്ടി ഫണ്ട് കൊടുക്കുന്ന ഫിനാൻഷ്യേഴ്സ് ഉണ്ടായിരിക്കും, കാശ് കൊടുക്കുന്നവർ, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ്, ആ കമ്പനിയുടെ പ്രോഡക്ട്സുകൾ വാങ്ങി കൺസ്യൂം ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കും. അപ്പോൾ ഇവരെ ഒന്നും ഒരു തരത്തിലും ബാധിക്കാതെ അവരുടെ ജീവിത നിലവാരത്തെയോ അവരുടെ ഇൻകത്തെയോ ബാധിക്കാതെ എന്ത് ചെയ്യാണ് ആണ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ്. ആ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ നടത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Okay, the next that we have to discuss is about the steps in holistic decision making. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ടു ബി സോൾവ് ഓർ ദ ഗോൾ ടു ബി അച്ചീവ്ഡ്. അപ്പോൾ ഏറ്റവും ആദ്യം ഹോളിസ്റ്റിക് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുന്ന ഒരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക്, ഹോളിസ്റ്റിക് അപ്രോച്ച് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുന്ന ഒരു ഫോമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ പണി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്നുള്ളത് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിന് വേണ്ടി ചെയ്യുന്ന ഒരു പണി ഡിസിഷൻ മേക്കേഴ്സ്, അത് നമ്മൾ പറഞ്ഞ മാനേജേഴ്സോ എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യും, ഒന്നിച്ച് കൂടിയിരിക്കും, സിറ്റ് ടുഗെദർ ആൻഡ് ഐഡൻറ്റിഫൈ എനിവൺ എൽസ്. എന്നിട്ട് നോക്കും നമ്മളല്ലാതെ ഇനി വേറെ ആരെങ്കിലും ഈ ഒരു പ്രോബ്ലം സോൾവിങ്ങുമായി ബന്ധപ്പെട്ട് വേറെ ആരെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന രീതിയിൽ അതൊന്ന് ആദ്യം തന്നെ അതൊന്ന് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും എന്ത് ചെയ്യും, ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. അതാണ് പറയുന്നത് ഹി ഓർ ഷീ ഈസ് ഓൾസോ ഇൻവൈറ്റഡ് ടു ബി എ പാർട്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ടു ബിക്കം എ മെമ്പർ ഇൻ ദിസ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് മെമ്പർ ആവാൻ പറയുന്നു. അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്? മേജറായിട്ട് സാധാരണ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും, ഓഫീസ് സ്റ്റാഫ് ഉണ്ടായിരിക്കും, എംപ്ലോയീസ് വരും, യൂണിയൻ ലീഡേഴ്സ് വരും, ഗവൺമെൻറ്റിൻ്റെ വല്ല റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവർ വരും. അതൊക്കെ എന്ത് ചെയ്യുന്നു, അവരെല്ലാവരും ഹു പുട്ട് ദെയർ ഹെഡ്സ് ടുഗെദർ എന്നാണ്. അവരെല്ലാവരെയും എന്ത് ചെയ്യും, തല ഒന്നിച്ചിടുന്നതിന് മീനിങ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരുടെയും ചിന്ത അതിലേക്ക് വരും. ഹെഡ്സ് ടുഗെദർ ആൻഡ് ഐഡൻറ്റിഫൈ ദ റിസോഴ്സ് അവൈലബിൾ. എന്നിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായി നമുക്ക് എന്തൊക്കെ റിസോഴ്സുകൾ അവൈലബിൾ ആണ്. അത് ഫിസിക്കലായിരിക്കാം, കുറച്ച് ഫിസിക്കൽ നീഡ്സ് ഉണ്ടായിരിക്കും അല്ലേ, കുറച്ച് ഫിനാൻസ് വേണ്ടായിരിക്കും. അത് ഏതായാലും ശരി ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എന്തൊക്കെ ഫിസിക്കലായിട്ട് എന്തൊക്കെ വേണമെന്നുള്ളതിനെക്കുറിച്ച് ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു, തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ദേ ഓൾസോ ഫൈൻഡ് ഔട്ട് എനി വൺ ഇൻ ദ ഗ്രൂപ്പ് ഹു വിൽ ബി എഫക്റ്റഡ് ബൈ ദെയർ ജോയിൻറ്റ് ഡിസിഷൻ. എന്നിട്ട് നോക്കും നമ്മളിങ്ങനെ ഒന്നിച്ചൊരു തീരുമാനമെടുത്താലും ഇതിൽ ആർക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ. കണ്ടോ, അതാണ് ഈ ഹോളിസ്റ്റിക്കിൻ്റെ അവിടെയാണ് നമ്മൾ അതിൻ്റെ മെയിൻ പോയിന്റ് പിടിച്ചെടുക്കേണ്ടത്. നമ്മളിങ്ങനെ ഒരു ഒന്നിച്ച് തീരുമാനമെടുത്താൽ പോലും ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഇതുമൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഫോർ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, കൺസിഡർ എവ്രി വൺ ഇൻ ദ ഓർഗനൈസേഷൻ ഇൻക്ലൂഡ്സ് ദോസ് ഹു എൻജോയ് സുപ്രീം പവർ ആൻഡ് ദോസ് ഹു ടേക്ക് പാർട്ട് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് എല്ലാവരെയും, അത് ടോപ്പ് മോസ്റ്റ് പൊസിഷനിലിരിക്കുന്ന ആൾ തൊട്ട് എന്താണ് ഒരു ലോവർ ലെവൽ എംപ്ലോയി അങ്ങനെയുള്ള ആളുകളിൽ വരെ ആർക്കെങ്കിലും ഇതുമൂലം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, അവർ പഠിക്കുന്നു. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് കം ലാൻഡ് ആൻഡ് അതർ ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ റിസോഴ്സസ്. കണ്ടോ, അതും കൂടി ഒരു കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം മൂലം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലാൻഡ്
എൻവയൺമെൻറ്റ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വല്ല ഇഷ്യൂസ് വരാനായിട്ട് സാധ്യതയുണ്ടോ, നമ്മുടെ ബയോളജിക്കൽ റിസോഴ്സുകൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ബാധിക്കാനുണ്ടാകുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റ് അപ്പോൾ ഇത് ഈ പറയുന്ന പരിസ്ഥിതിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, അതിൽ പങ്കെടുക്കുന്ന ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, അങ്ങനെ ഓരോ 1 by 1 ആയി ഫാക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു. അങ്ങനെ ലാസ്റ്റാണ് അവർ എന്ത് ചെയ്യുക, ഫിനാൻസ് എന്ന ഫാക്ടർ എടുത്തിട്ടും പരിശോധിക്കുക. അപ്പോൾ അതിന് മുൻപ് ഫിനാൻസ് കംസ് ദ ലാസ്റ്റ് എന്നാണ് പറയുന്നത് ഹോളിസ്റ്റിക് അപ്രോച്ചിൽ. അത് ഏറ്റവും അവസാനം അതിനെക്കുറിച്ചുള്ളൊരു ഇതിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതിന് മുൻപുള്ള എല്ലാ ഫാക്ടേഴ്സുകളും ഓരോരോ ഫാക്ടർ എടുത്തിട്ട് അവർ പഠിക്കും. ഇതുമൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഒരു പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുമൂലം നമ്മുടെ ബയോളജിക്കൽ റിസോഴ്സുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇക്കോളജീനെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയുണ്ടോ, എൻവയൺമെൻറ്റ് പൊല്യൂഷൻ വരാൻ സാധ്യതയുണ്ടോ, നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് താമസിക്കുന്ന ഏരിയയിൽ അങ്ങനെ പ്രോജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതാണ് ലാൻഡ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, ഇതൊന്നും ഓക്കെ ആയാൽ മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നുള്ളൂ. ലാസ്റ്റിലെ ഫിനാൻസ് വേണ്ടോ, ആ ഫിനാൻസ് അല്ല. അപ്പോൾ അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അവർ എങ്ങനെയാണെങ്കിൽ ദെൻ വേർ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഫിനാൻസ് എന്നുള്ളത് തിങ്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, അപ്പോൾ നമ്മൾ ഇതൊക്കെ അനുസരിച്ച് അവർ എന്ത് ചെയ്തു, പ്രോബ്ലം അല്ലെങ്കിൽ എന്താണ് ഗോൾ എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഗോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഡിസിഷൻ മേക്കേഴ്സ് എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കും. അവരെടുത്ത തീരുമാനത്തിനെ കുറിച്ച് അവർ എന്ത് ചെയ്യുന്നു, ദേ പ്രിപ്പയർ എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്, ഇൻക്ലൂഡ്സ് ദ വേ ദ പീപ്പിൾ വിൽ മെറ്റ് ദ ചലഞ്ചസ് ഓഫ് ലൈഫ് ആൻഡ് വാട്ട് ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദി ഓർഗനൈസേഷൻ, ടു ദ പബ്ലിക്, ടു ദെയർ കമ്മ്യൂണിറ്റി ആൻഡ് ഫാമിലി. ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഗോൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഗോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ചലഞ്ചസുകൾ ഉണ്ടായിരിക്കും ഇതുമൂലം, അതെങ്ങനെയാണ് മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും, ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗോളിലേക്ക് ഒരു പുതിയ യൂണിറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു പുതിയ യൂണിറ്റ് അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പബ്ലിക്കിന് എന്താണ് അത് മൂലം ഉണ്ടാകുന്നൊരു ബെനിഫിറ്റ്, നമ്മുടെ മൊത്തം സൊസൈറ്റിക്ക് അഥവാ കമ്മ്യൂണിറ്റിക്ക്, ഈവൻ അവർ ഫാമിലി, ഇപ്പോൾ എംപ്ലോയീസും വർക്കേഴ്സും എല്ലാവരും അവിടെ ഉണ്ടായിരിക്കില്ലേ, ആ ഫാമിലിക്ക് ഇതുമൂലം ഉണ്ടാകുന്ന എന്താണ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ, ഗുണങ്ങൾ എന്താണ്, അതൊക്കെ ഉള്ളതാണ് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് അപ്പോൾ ആദ്യം റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നു. നെക്സ്റ്റ് ദേ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് തിങ്സ് നീഡഡ്. കണ്ടോ, അപ്പോൾ അത് തയ്യാറാക്കിയതിന് ശേഷം ഇനി ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു. ആ ഗോൾ സെറ്റ് ചെയ്തതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ്, ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേണ്ട സാധനങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നു. അതാണ് സെക്കൻഡ് അതിൽ ചെയ്യുന്നത്. Prepare a list of things needed to achieve the ക്വാളിറ്റി ഓഫ് ലൈഫ് ദേ ഹാവ് ഇൻ മൈൻഡ്. കണ്ടോ, ക്വാളിറ്റി ഓഫ് ലൈഫിനാണ് നമ്മൾ പറഞ്ഞു, വാല്യൂസ് എന്ന് പറഞ്ഞു അല്ലേ, ക്വാളിറ്റി ഓഫ് ലൈഫ് അതാണ്. അതായത് ഓരോ വ്യക്തിയായി കണ്ട് അവർക്കൊക്കെ ഒരു സ്വന്തമായി മൈൻഡ് ആൻഡ് സോൾ ഉണ്ടെന്ന് കരുതി അവർക്ക് ജീവിതത്തിലേക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നു എന്നാണ് പറയണത്. And after that, the decision makers consider the future resources. ഓക്കെ, ആ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ പറഞ്ഞു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊബോണിസ്റ്റിക് ആയിട്ടുള്ള ദാറ്റ് ഈസ് മാനേജേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഫ്യൂച്ചർ റിസോഴ്സസ്, അതായത് വിച്ച് കൺസിസ്റ്റ് ഓഫ് ലാൻഡ് ആൻഡ് ദ പീപ്പിൾ. അതായത് ഫ്യൂച്ചറിൽ ഭാവിയിൽ നമുക്ക് ഇതിന് ആവശ്യമുള്ള സ്ഥലം ആവശ്യം വരാം, ഇതിലേക്ക് കൂടുതൽ ജോലിക്കാരെ ആവശ്യം വരാം, കൺസ്യൂമേഴ്സ് കൂടുതൽ വേണ്ടി വരാം. അതിനെക്കുറിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു വ്യൂ പോയിന്റിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ് വിൽ ഇൻ ഇഫക്റ്റ് ഗിവ് ഷേപ്പ് ടു ദ ഒപ്പീനിയൻ ഫ്യൂച്ചർ ജനറേഷൻസ് വിൽ ഹാവ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഫ്യൂച്ചറിൽ അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയുള്ള ഫ്യൂച്ചറിൽ ഇതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇതിലേക്ക് വരുന്നു. ആൻഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് നമ്മൾ ഈ പറഞ്ഞ ഗോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഹോളിസ്റ്റിക് ഡിസിഷൻ മേക്കിംഗ്, ദ ഡിസിഷൻ മേക്കേഴ്സ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്നിങ്, ഇൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ദ ഡിസിഷൻ മേക്കേഴ്സ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്നിങ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിസൈർഡ്. അതായത് നമ്മൾ എന്ത് രീതിയിലുള്ള ജീവിത നിലവാരമാണ് ആഗ്രഹിക്കുന്നത്, ദ തിങ്സ് റിക്വയർഡ്സ് ഫോർ സച്ച് ക്വാളിറ്റി ലൈഫ്. ഇനി അങ്ങനെ ഒരു ക്വാളിറ്റി ലൈഫ് നയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ്, ആൻഡ് ദ റിസോഴ്സസ് ലൈഫ്. ഇനി നമുക്ക് അതിന് വേണ്ടി ചില റിസോഴ്സ് ആവശ്യമുണ്ടാവും. നമ്മൾ പറഞ്ഞ ലാൻഡ്, മണി,
നമ്മൾ പറയില്ലേ മെൻ, മിഷനറി, മെറ്റീരിയൽ, ദാറ്റ് ഈസ് മെൻ എന്നൊക്കെ പറയല്ലേ. ഇനി അതിലേക്ക് വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്? ആൻഡ് ദ പീപ്പിൾ നീഡഡ് ടു മെയിൻറ്റെയിൻ ഓർ ടു എന്താണ് സസ്റ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ആ ക്വാളിറ്റി ഓഫ് ലൈഫ് നിലനിർത്തിക്കൊണ്ടുപോകണമെങ്കിൽ നമുക്കതിന് ചില ആളുകളുടെ കോൺട്രിബ്യൂഷൻ, ചില ജോലിക്കാരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ വേണമല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതി ചേർത്തിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് പഠിച്ചു വെച്ചാലും മതി. ഇൻ ഷോർട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ വക കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഇൻ ദ തേർഡ് സ്റ്റെപ്പിൽ എന്താണെന്നാണ് പറയുന്നത്? നമ്മൾ ഇപ്പോഴത്തെ ദാറ്റ് ഈസ് ഇപ്പോൾ ഹെഡിങ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, അപ്പോൾ ഞാൻ ഹെഡിങ് പറയാം. ഇവാലുവേഷൻ ഓഫ് കറണ്ട് സിറ്റുവേഷൻ. ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ഇവാലുവേഷൻ ഓഫ് കറണ്ട് സിറ്റുവേഷൻ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് ചെയ്യണമെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇൻ ദിസ് സ്റ്റെപ്പ് ദ ഡിസിഷൻ മേക്കേഴ്സ് ഇവാലുവേറ്റ് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ. ഇപ്പം എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ബിസിനസ്സിൻ്റെ സ്ഥിതി എന്താണ്, അതെന്ത് ചെയ്യണമെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. കാരണം എന്തിനു വേണ്ടിയാണ്? ടു ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ദേ ഹാവ് സക്സീഡഡ്. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ എവിടെ വരെ പുരോഗതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഹൗ ഫാർ ഡൗൺ ദേ ഫൈൻഡ് ദംസെൽസ് ഫ്രം ദി ഒബ്ജക്റ്റീവ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവിൽ നിന്ന് എത്രമാത്രം താഴെയാണ്, എവിടെ വരെ നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയണം. അതിനുവേണ്ടി കറണ്ട് സിറ്റുവേഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിൽ നിന്ന് എത്രമാത്രം നമ്മൾ താഴേക്കാണ് നിൽക്കുന്നത് എന്ന് നോക്കുന്നു. ആൻഡ് ദിസ് ഇവാലുവേഷൻ ഹെൽപ്സ് ടു പിൻ പോയിന്റ് ദ ബാരിയേഴ്സ്. കണ്ടോ, നമ്മൾ പറഞ്ഞ രീതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിന് തടസ്സം എന്നുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്യാനായിട്ട് ഈ തേർഡ് സ്റ്റെപ്പ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ആൻഡ് ദി ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ദാറ്റ് ഈസ് ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ. ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ തന്നെയാണ്. അതായത് ഓരോരുത്തർക്കും അവരുടെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അവരുടെ ഐഡിയാസ് ഇങ്ങനെ എന്ത് ചെയ്യാം, അങ്ങനെ അത് ഇപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അവർക്ക് എന്ത് ചെയ്യാം, ഒരു ടൈം കൊടുത്തിട്ടുണ്ടാവും. അലോട്ടഡ് ടൈമിനുള്ളിൽ അവർക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം. അതാണ് നടത്തുന്നത്. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഹോളിസ്റ്റിക് അപ്രോച്ച് ഇൻ ഡിസിഷൻ മേക്കിങ്ങിലെ ബ്രെയിൻ സ്റ്റോമിങ് സെഷനാണ്. എ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ ഈസ് അറേഞ്ച്ഡ് ഫോർ എവ്രി മെമ്പർ. അതായത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടായിരുന്നല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് ആളുകൾ വരുന്നതല്ലേ പറഞ്ഞു, അവർക്കൊക്കെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് പറയണത്. ഫോർ എവറി മെമ്പർ ഓഫ് ദ ടീം. ആൻഡ് അതുകൂടാതെ എന്ത് ചെയ്യുന്നു, 1-2 ഔട്ട്സൈഡേഴ്സിനെയും കൂടി വിളിക്കും. ഈ ടീമിലില്ലാത്ത 1-2 പുറമേ നിന്നുള്ള മെമ്പേഴ്സിനെയും കൂടി വിളിക്കുന്നു എന്നാണ് പറയണത്. കാരണം ഇതാണ്, അതായത് ഓരോരുത്തർക്കും എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്യാം, അവരുടെ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവ്സ് ആയാലും ശരി ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വ്യൂ പോയിന്റ്സ്, ഐഡിയാസ് എന്ത് വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ ബ്രെയിൻ സ്റ്റോമിങ് നടത്തുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? മോർ ഐഡിയാസ് ക്രോപ്പ് അപ്പ് ഡ്യൂറിങ് ദിസ് സെഷൻ. അതായത് ഈ ഒരു സെഷനിൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ ഐഡിയാസ് ദാറ്റ് ഈസ് അവർക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ അതായത് ഒരു ലിമിറ്റഡ് ആവില്ല. അപ്പോൾ അത് ചിലപ്പോൾ പല പല പുതിയ ഐഡിയാസുകൾ അവർക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ നടത്തുന്നത്. ഓക്കെ. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണെന്നാണ് പറയുന്നത്? ഓപ്പൺ ഡിസ്കഷൻ എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഹെഡിങ്ങുകൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടില്ല. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റേജ് ഈസ് ഓപ്പൺ ഡിസ്കഷൻ. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ഒരു ഓപ്പൺ ഡിസ്കഷൻ വെക്കുകയാണ്. ദിസ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്? ദേ വിൽ ഹാവ് എ ഫ്രീ ആൻഡ് ഫ്രാങ്ക് ആയിട്ട്, വളരെ ഫ്രാങ്ക് ആയിട്ട് എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കഷൻ നടത്തുന്നു ഓഫ് ഓൾ ദി ഐഡിയ ദാറ്റ് കെയിം അപ്പ് ഡ്യൂറിങ് ബ്രെയിൻ സ്റ്റോമിങ്. കണ്ടോ, ബ്രെയിൻ സ്റ്റോമിങ്ങിൽ വന്നിട്ടുള്ള ഐഡിയാസിനെ കുറിച്ചിട്ടൊരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് പോകുന്നു. എല്ലാവരുമായിട്ട് ഒരു തുറന്ന ചർച്ച നമ്മൾ പറയില്ലേ, ആ രീതിയിലേക്ക് പോകുന്നു. അതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. ആൻഡ് ദി സിക്സ്ത് സ്റ്റെപ്പ് ഈസ് ടെസ്റ്റിംഗ് ദ ഡിസിഷൻ. സിക്സ്ത് സ്റ്റെപ്പ് എന്താണ്? നമ്മളിനി അപ്പോൾ ഈ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് വഴി കുറേ കാര്യങ്ങൾ കിട്ടി, അതെല്ലാം നമ്മൾ ഓപ്പൺ ഡിസ്കഷൻ നടത്തി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡിസിഷൻ ഇതെല്ലാം എന്ത് ചെയ്യാതെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ സിക്സ്ത് സ്റ്റെപ്പ്, ടെസ്റ്റിംഗ് ഡിസിഷൻ എന്നാണ് പറയുന്നത്. And this is done to see if they are consistent with the goals socially, economically and environmentally. അതായത് നമ്മൾ അതൊരു സോഷ്യലി എടുത്ത് നോക്കിയാലും ഇക്കണോമിക്കലി അതിൻ്റെ സാമ്പത്തികമായിട്ട് എടുത്ത് നോക്കിയാലും നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് എടുത്ത് നോക്കിയാലും ഇത് ഒരു കൺസിസ്റ്റൻ്റ് അല്ലേ, എല്ലാവർക്കും ഉതകുന്നതല്ലേ നമ്മളെടുത്തൊരു തീരുമാനം എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നതെന്നാണ് പറയണത്. ഇനി ഈ ടെസ്റ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് അപ്പോൾ ഈ ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. ഈ ടെസ്റ്റ് നടത്തുന്നത് എങ്ങനെയാണ്, അതായത് ഓരോ നമ്മളെടുത്തിട്ടുള്ള ആക്ഷൻ ഉണ്ടാവില്ലേ, അത് നമ്മളൊരു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഓരോ ആക്ഷൻ്റെ അടുത്ത് നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ പറയുന്ന ക്വസ്റ്റ്യൻസിന് ക്ലിയർ ആയിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ദാറ്റ് ഈസ് പറയാനായിട്ട് സാധിക്കും എടുത്തിട്ടുള്ള ഡിസിഷൻ ഓക്കെയാണ്, നല്ലതാണ്, മുന്നോട്ട് പോകാം. ഓക്കെ. അപ്പോൾ അതാണ് പറയണത്. ഫോർ ദിസ് ടെസ്റ്റിംഗ് എവറി ആക്ഷൻ, കണ്ടോ അവരെടുത്തിട്ടുള്ള ഓരോ ആക്ഷനും ടേക്കൺ ഈസ് സബ്ജക്റ്റഡ് ടു എ സീരീസ് ഓഫ് ക്വസ്റ്റ്യനിങ്.
നമ്മളെടുത്തിട്ടുള്ള നമ്മൾ ചോദിക്കില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ കയറി വരുമ്പോൾ എവിടെയായിരുന്നു, എവിടെ പോയി, അങ്ങനെയല്ല. എന്നിട്ട് അത് ടിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക അല്ലേ. അതേപോലെ തന്നെ ഒരു ടെസ്റ്റിംഗ് നടത്താനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നതാണ് പറയുന്നത്. ദി ക്വസ്റ്റ്യൻസ് ആർ ലൈക്ക് ദിസ്: ഹൗ ഡസ് ദിസ് ആക്ഷൻ ടേക്ക് അപ്പ് ദ റിയൽ കോസ് ഓഫ് ദി പ്രോബ്ലം. അതായത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ആക്ച്വലായിട്ട് നമ്മുടെ പ്രോബ്ലത്തെ അത് എത്രമാത്രം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കത് നമ്മുടെ ഈ ഒരു എടുത്ത സ്റ്റെപ്പ് എത്രമാത്രം നമ്മുടെ റിയൽ പ്രോബ്ലത്തെ അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദിസ് ആക്ഷൻ ടേക്ക് അപ്പ് ദി, ഈ ഒരു ആക്ഷൻ എടുത്താൽ എത്രമാത്രം നമ്മുടെ റിയൽ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ദ സെക്കൻഡ് ഈസ്: ഇഫ് യു ടേക്ക് ദിസ് ആക്ഷൻ വിൽ ഇറ്റ് ഡിക്ലറേറ്റ് ഓർ റിട്ടാർഡ് ദ പ്രോഗ്രസ്. പിന്നെ ചോദിക്കും, ഇനി നമ്മൾ ഈ ഒരു ആക്ഷൻ എടുത്തു, നമ്മുടെ പ്രോബ്ലം ഇതുമൂലം എന്ത് ചെയ്യുക, താഴത്തേക്ക് വരാനാണോ സാധ്യത, നമ്മൾ വിചാരിച്ച റിസൾട്ട് ഇതുകൊണ്ട് കിട്ടും. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ഈസ്: ഡസ് ദിസ് ആക്ഷൻ സെർവ് ടു സ്ട്രെങ്തൻ വീക്ക് ലിങ്ക്സ് ഇൻ ദി ചെയിൻ ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ചെയിൻ ഓഫ് പ്രൊഡക്ഷനിലേക്ക് അതൊരു എന്താണ് അതിലുള്ള എന്തെങ്കിലും വീക്ക്നെസ് അല്ലെങ്കിൽ അതിലുള്ള പോരായ്മകളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുമോ ഇല്ലയോ. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫോർത്ത് എന്താണ്? പിൻ പോയിന്റ് ദ പെർട്ടിക്കുലർ ആക്ഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് മാക്സിമം റിട്ടേൺ. പിന്നെ അവിടെ തന്നെ നമ്മൾ ഒന്ന് പിൻ പോയിന്റ് ചെയ്യേണ്ടത്, ഇതിൽ നമ്മൾ എടുക്കുന്ന ആക്ഷനിൽ തന്നെ മാക്സിമം നല്ല റിസൾട്ട് തരുന്ന ആക്ഷൻ ഏതാണ്, അതൊന്ന് പിൻ പോയിന്റ് ചെയ്യാം. പിൻ പോയിന്റ് ചെയ്യുന്നത് അതൊന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യും. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ആക്ഷൻ ഏതാണെന്നുള്ളതൊന്ന് പിൻ പോയിന്റ് ചെയ്ത് വെക്കാം. പിൻ പോയിന്റ് ദ എൻ്റർപ്രൈസ് ദാറ്റ് കവർ മാക്സിമം ഓവർ ഹെഡ്സ് ഇൻ ദ ബിസിനസ്. പിന്നെ എന്ത് ചെയ്യാം, നമ്മളെടുക്കുന്ന ഈ തീരുമാനം മൂലം, അതായത് എന്ത് ചെയ്യുക, ദ എൻ്റർപ്രൈസ് ദാറ്റ് കവർ മാക്സിമം ഓവർ ഹെഡ്സ്. ബിസിനസ്സിന് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ്, മാക്സിമം എക്സ്പെൻസുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കവർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യാം, അതായത് നമുക്ക് ഇത്രയേ ഉള്ളൂ, ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമുക്കത് ചെയ്യാൻ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ആക്ഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് പിൻ പോയിന്റ് ഇട്ടെന്നാണ് പറയുന്നത്. പിന്നെന്താണ്, വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് എനർജി ആൻഡ് മണി യൂസ്ഡ് ഇൻ ദിസ് ആക്ഷൻ. ഇനി നമ്മളൊരു ആക്ഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് എത്ര പണം ഉപയോഗിച്ചു, എന്തോരം എഫേർട്ട് നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു ക്വസ്റ്റിനുള്ള ആൻസർ നമ്മൾ കണ്ടെത്തണം. വിൽ ദിസ് പെർട്ടിക്കുലർ ആക്ഷൻ ഇമ്പാക്ട് ദി ഇക്കോ സിസ്റ്റം ഫേവറബിളി ഓർ അഡ്വേഴ്സ്ലി. കണ്ടോ, നമ്മൾ പറഞ്ഞ ഹോളിസ്റ്റിക് അപ്രോച്ച് ആയതുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റ് മാത്രം നമ്മളവിടെ നോക്കിയാൽ പോരാ, എൻവയോൺമെൻറ്റ് ആസ് എ ഹോൾ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. ഇത് എക്കോസിസ്റ്റത്തിന് ഫേവറബിളായിട്ടോ അൺഫേവറബിളായിട്ടോ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കാം. വിൽ ദിസ് ആക്ഷൻ ലീഡ് ടു ദ ക്വാളിറ്റി ഓഫ് ലൈഫ് യു ഹാവ് ഇൻ മൈൻഡ്. ഇനി എടുക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ എടുക്കുന്ന സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ച രീതിയിലുള്ളൊരു ജീവിത നിലവാരം നമുക്ക് നടത്താനായിട്ട് സാധിക്കുമോ ഇല്ലയോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനുള്ള ഉത്തരങ്ങളൊക്കെ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ദ ടീം വിൽ മൂവ് ടു ദ ഡിസിഷൻ, കറക്റ്റ് ഫൈനൽ ഡിസിഷനിലേക്ക് അവർ പോകും. അപ്പോൾ അതിന് മുമ്പാണ് അവർ ടെസ്റ്റിംഗ് ദ ഡിസിഷൻ എന്നുള്ളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 5. അപ്പോൾ ഇത് കുറച്ച് ലോങ് ക്ലാസ് തന്നെയാണ്, കുഴപ്പമില്ല, നിങ്ങൾക്ക് പതുക്കെ ഇരുന്ന് കേട്ടാൽ മതി, 2 സെഷനായിട്ടൊക്കെ ഇരുന്ന് കേൾക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് വി ക്യാൻ ഇൻട്രാക്ട് ഇൻ അവർ ഇൻട്രാക്ഷൻ സെഷനിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ്.